അതുകൊണ്ട് എല്ലാ പ്രിയങ്ങളുടെയും ഓർത്ത കർത്താവിനെ സന്തോഷത്തോടെ സ്തുതിക്കും. ഓരോരുത്തർക്കും യേശുക്രിസ്തുവിന്റെ പരിശുദ്ധനാമത്തിലുള്ള വന്ദനങ്ങൾ അതിൽ കുറിച്ച് സ്തോത്രം. നമുക്ക് ഇന്ന് കർത്താവ് സ്ഥലത്ത് കൂടിയിടുവാൻ കർത്താവ് ചെറിയ അവസരത്തിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രത്തോടെ ദൈവത്തിനെ സഹായിച്ചത് സ്തോത്രം കർത്താവ് എല്ലാ പ്രിയങ്ങളുടെയും കർത്താവ് കഴിക്കട്ടെ. ഒരു വർഷത്തിന് ശേഷമാണ് സിസ്റ്റം ചെയ്യാൻ നമ്മൾ വന്നിട്ടുള്ളത്. സ്തോത്രം കൂടുതലായി സ്തോത്രം വളരെ കുട്ടിവെച്ച ദൈവത്തേക്കായി സന്തോഷത്തോടെ ആവിഷ്കരിക്കുന്നു. കടന്നു നെല്ലുകയും കർത്താവ് സാധനമായിരിക്കട്ടെ. സ്തോത്രം കർത്താവിന് അങ്ങനെ പ്രസാദമായി അവിടുത്തെ കാര്യപരിപാടികളെ കുറിച്ച് നമുക്ക് വെളിപ്പെടുത്തി തരുവാൻ തിരുവള്ളമായി പല കുറിച്ച് കാര്യമാണ്. സ്തോത്രം. നമ്മൾ പോലും നമ്മുടെ പല പദ്ധതികളും അതേപോലുള്ളതും പങ്കുവയ്ക്കാം അല്ലേ? സ്തോത്രം. തന്നെ ലഭിക്കും എന്താ പറയുന്ന ഈ പ്രത്യേകിച്ച് ഭരണാധികാരികൾ അവര് ഈ ഓത്തെടുക്കുന്ന അവര് സത്യപ്രക്രിയയുടെ റിയാളി എടുക്കുന്ന ഓത്ത് ഓഫ് സീക്രസി കൊടുത്തു. അവര് അതിന്റെ എല്ലാം വെളിപ്പെടുത്താൻ പാടില്ല. അത് രഹസ്യമാക്കേണ്ടത് രഹസ്യമാക്കി വെച്ചോട് വന്നു. അത് രാജ്യസുരക്ഷയിലും സമൂഹത്തിന്റെ നന്മയ്ക്കും ഒക്കെ ആവശ്യമായ മുൻകരുതലുകളായി എല്ലാ കാര്യങ്ങളും സ്തോത്രം അവരെ വെളിപ്പെടുത്താറില്ല. ഇവിടെയാണ് നമ്മുടെ സർവശക്തനായ കർത്താവ് തന്റെ കാര്യപരിപാടികളെ കുറിച്ചുള്ള ഉൾക്കാഴ്ച സാധുക്കളാണ് നമുക്ക് വെളിപ്പെടുത്തി തരുന്നു എന്നുള്ളത് എത്രയോ ശ്രേഷ്ഠമായ ഒരു കാര്യമാണ്. സ്തോത്രം. ഇന്ന് വായിച്ചപ്പോൾ എനിക്ക് വളരെ ആ കാര്യത്തിലുള്ള സന്തോഷത്തോട് സ്തോത്രം. നമ്മള് എന്റെ കാര്യത്തിൽ ഇടപെടുന്ന രീതിയിലാണ് നമ്മൾ ഇവിടെ തന്നെ ഫുള്ളായിട്ട് ഓപ്പൺ അപ്പ് ചെയ്യാറൊന്നുമില്ല. റിസർവേഷൻസ് ഇല്ലേ? കർത്താവിന് അങ്ങനെ ഒരു സാധനമായി തന്റെ ഹൃദയം നമുക്ക് വെളിപ്പെടുത്തിക്കാം എന്നുള്ളതാണ് ശ്രദ്ധിച്ചു. ഞാൻ എന്റെ മനസ്സ് നിങ്ങൾക്ക് പൊഴിച്ചു തരുന്നതാണ്. മനസ്സ് നിങ്ങൾക്ക് ഒഴിച്ചു തരുന്നു. അവരുടെ മനസ്സിലുള്ളതൊക്കെ നമുക്ക് വെളിപ്പെടുത്തി തരും. ഇത്രയും നമ്മളെ കരുതുന്നു, നമ്മളെ അറിയുന്നു. നമ്മള് ആമോസിന്റെ 3-ാമധ്യായം അതിന്റെ 7-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നോക്കിങ്ങനെ കാണാൻ കഴിയും. ആമോസ് 3:7 യഹോവയായ കർത്താവ് പ്രവാചകന്മാരായ അവരുടെ ദാസന്മാർക്ക് തന്റെ രഹസ്യം വെളിപ്പെടുത്താതെ ഒരു കാര്യവും ചെയ്യുകയില്ല. ഇന്ന് സ്തോത്രം ഇതിനെക്കുറിച്ച് ഇങ്ങനെ കുറച്ച് വായിക്കുകയും കുറച്ച് ഉൾപ്പെടുത്തലുണ്ടാക്കി ചെയ്തിട്ടുണ്ടപ്പോ ഈ ഭാഗം കണ്ട് എനിക്ക് വളരെ സന്തോഷം തോന്നി. ദൈവത്തിന് നമ്മളെ കുറിച്ചുള്ള കരുതൽ, ദൈവത്തിന് നമ്മളെ കുറിച്ചുള്ള എന്തായാലും പറയുക ബന്ധം, അതെത്ര കൃത്യമാണ്, എത്ര ശ്രേഷ്ഠമാണ് എന്നോർത്ത് ഞാൻ കർത്താവിനെ സന്തോഷത്തോടെ സ്തുതിക്കുന്നു, കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. സ്തോത്രം. നമ്മളിപ്പോൾ വെളിപ്പാട് പുസ്തകമാണ് പഠിച്ചു തുടങ്ങിയത്. വെളിപ്പാട് പുസ്തകത്തിൽ കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചതിൽ തുടർന്ന് കുറച്ചു കാര്യം കൂടി നമുക്ക് ചിന്തിക്കാം. ഞാൻ നിങ്ങളോട് ആവർത്തിച്ച് പറയാറുണ്ട്. ഞാൻ പറയുന്ന എന്തെങ്കിലും കാര്യത്തെ കുറിച്ച് വിശദീകരണം ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ചോദിക്കണമെന്ന് ഞാൻ പറയാറുണ്ട്. നിങ്ങൾ അങ്ങനെ ചെയ്യുന്നതിന് നിങ്ങൾ ഉത്സാഹിക്കണം. സ്തോത്രം. അതെങ്ങനെ ഉടക്കി ചോദിക്കുന്നത് എന്ന് വിചാരിക്കേണ്ട. ഞാൻ പറയുന്നത് വ്യത്യസ്തപ്പെട്ട ഒരു കാര്യമാണ് നിങ്ങളുടെ മനസ്സിലിരിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ വന്നിട്ടുള്ളതെങ്കിൽ അങ്ങനെ ഒരു ആക്ട് ഉണ്ടെന്ന് എനിക്ക് എന്നെ ചിന്തിക്കാവുന്നത്. മനസ്സിലായില്ലേ? സ്തോത്രം. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിയോജിപ്പുള്ള കാര്യം പറയുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അത് പറയാനായിട്ട് നിങ്ങൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യവും അവകാശവും ഉണ്ടെന്ന് ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. സ്തോത്രം. അത് 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ വായിച്ച് ചിന്തിക്കുകയുണ്ടായി. യേശു ക്രിസ്തുവിന്റെ വെളിപ്പാട് വേഗത്തിൽ സമീപാനത്തിലെ ദാസന്മാരെ കാണിക്കേണ്ട ദൈവം അവനെ കൊടുത്തു. അത് സംബന്ധമായി ഈ വാക്യം വായിക്കുമ്പോൾ യേശു ക്രിസ്തു ദൈവത്വത്തിന്റെ പൂർണ്ണതയെ സംബന്ധിച്ച് സർവജ്ഞാനത്തെ സംബന്ധിച്ച് ചോദ്യം ചെയ്യാനായിട്ട് സാധ്യതയില്ലാതില്ല. കാരണം ദൈവം അവന് കൊടുത്തു വേഗത്തിൽ സംഭവിപ്പാൻ. അതെ, യേശുക്രിസ്തുവിന്റെ വെളിപ്പാടല്ല. എനിക്ക് യേശുക്രിസ്തുവിന്റെ വെളിപ്പാടെന്നുള്ളൊരു മൂല ഭാഷയില് യേശുക്രിസ്തുവിനുണ്ടായ വെളിപ്പാട്, യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാട്, ഈ രണ്ടർത്ഥത്തിലും നമുക്ക് വ്യാഖ്യാനിക്കാവുന്ന പ്രയോഗമാണ്. അത് രണ്ടും ശരിയാണ്.
തൊട്ട് താഴത്തെ വാക്യം വായിക്കുമ്പോൾ ആ ഭാഗം ഒന്നും കൂടെ കേൾക്കാം. ഒന്നൊന്ന് വായിച്ചു കേട്ടോ. ദൈവം അത് അവന് കൊടുത്തു. പ്രദർശിപ്പിക്കും. അപ്പൊ താഴോട്ട് വായിക്കുമ്പോൾ യേശുക്രിസ്തുവിന് കിട്ടിയ വെളിപ്പാട് എന്നുള്ള ഒരു ധ്വനി അവിടെ വ്യക്തമല്ലേ? സ്തോത്രം. അപ്പൊ കർത്താവിനെ കുറിച്ചുള്ള വെളിപ്പാടും അതേസമയത്ത് തന്നെ മീൻസ് കർത്താവിന് പിതാവായ ദൈവം കൊടുത്ത വെളിപ്പാട് എന്ന അർത്ഥത്തിൽ നമുക്കത് എടുക്കാനായിട്ട് കഴിയും. ഞാൻ കഴിഞ്ഞ ആഴ്ച അത് വിശദീകരിച്ചേക്കാം. യേശുക്രിസ്തുവിന്റെ ജഡത്തിലുള്ള ജീവിതകാലത്ത് കർത്താവ് തന്നെത്താൻ ഏറ്റെടുത്ത താഴ്ചയുടെ അവസ്ഥയിൽ അവിടുന്ന് പൂർണ്ണ ദൈവമായിരിക്കെ ആ ദൈവത്വം ഉപയോഗിക്കാനുള്ള സ്വാതന്ത്ര്യം പിതാവിന്റെ തീരുമാനത്തിന് തിരുഹിതത്തിന് സമർപ്പിച്ചിരുന്നു. അവർക്ക് പറഞ്ഞ് വിശ്വസിക്കും. അതാണ് തന്നെത്താൻ താഴ്ത്തി തന്നെത്താൻ ഒഴിച്ചു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. തന്നെത്താൻ ഒഴിച്ചു, തന്നെത്താൻ ഒഴിച്ചു എന്നൊക്കെ പറയുമ്പോൾ ദൈവത്വം മാറ്റിവെച്ചു എന്ന് പോലും ചില ആളുകളൊക്കെ വ്യാഖ്യാനിക്കാറുണ്ട്. അങ്ങനെ അത് ശരിയല്ല. കർത്താവ് ദൈവത്തിന് ഒരിക്കലും ദൈവത്വം മാറ്റിവെക്കാൻ കഴിയില്ല. കാരണം ദൈവപ്രകൃതത്തിലെ തനതായ സ്വഭാവ വിശേഷങ്ങളിൽ ഒന്നാണ് ഇമ്മ്യൂട്ടബിലിറ്റി, മാറ്റപ്പെടാൻ. അപ്പൊ ദൈവത്വം മാറ്റപ്പെടാൻ കഴിയാത്ത ദൈവപ്രഭാവമായ ദൈവത്വം ഒഴിഞ്ഞു വെച്ചിട്ട് മനുഷ്യനായിട്ട് കൊണ്ടുവന്നു പറയാൻ ഒക്കെയാണ്. പിന്നെ തന്നെത്താൻ ഒഴിച്ചു എന്ന് പറയുമ്പോൾ തന്നിലെ സ്വയത്തോട് നോ പറഞ്ഞു എന്നാണ് അതിന്റെ അർത്ഥം. തന്നിലെ സ്വയത്തോട് നോ പറഞ്ഞു. അതാണ് കർത്താവ് ആവർത്തിച്ച് പറഞ്ഞല്ലോ, ഞാൻ എന്റെ ഇഷ്ടമല്ല എന്നെ അയച്ച പിതാവിന് ഇഷ്ടമത്രേ ചെയ്തു. കർത്താവ് കൊടുത്ത ഉപദേശത്തെ കുറിച്ച് പറഞ്ഞു, എന്റെ ഉപദേശം എന്റേതല്ല. സ്തോത്രം. കർത്താവ് പറഞ്ഞ ഇതിന്റെ വാക്കൊക്കെ ഇവിടെ കേൾക്കുമ്പോൾ നമുക്ക് തോന്നും കർത്താവാണ് എന്ന് തോന്നി പോകത്ത പോലെയാണ്, പോകത്തക്കതുപോലെയാണ് കർത്താവ് പല കാര്യങ്ങള് പറഞ്ഞിരിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷത്തിൽ അതിനെക്കുറിച്ച് നമ്മള് ചില വാക്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചോളൂ. കർത്താവ് പറഞ്ഞിരിക്കുന്ന ചില വാക്യങ്ങൾ, ചില പ്രയോഗങ്ങളുണ്ടല്ലോ. കർത്താവ് പറഞ്ഞ ചില പ്രയോഗങ്ങൾ അതെടുത്താണ് ഞാൻ കാണിച്ചു തരാം. സ്തോത്രം. പിതാവ് ചെയ്ത് കാണുന്നത് വായിച്ചോളൂ. യോഹന്നാന്റെ സുവിശേഷം 5-ാമത്തെ അധ്യായം അതിന്റെ 19-ാമത്തെ വാക്യം ആയിരുന്നു വായിച്ചേ. 19. അച്ഛനോട് ഉച്ചോട് വായിച്ചോളൂ. ഉറപ്പാവില്ല കേട്ടോ. അതാണ് പിതാവ് ചെയ്ത് കാണുന്നതല്ല അവന്റെ പുത്രന്റെ സ്വയം ഒന്നും ചെയ്യുവാൻ തൊട്ടടുത്ത് പിന്നെ എന്റെ മറ്റേ വാക്കിന് പറഞ്ഞു കേട്ടാ, പിതാവ് ചെയ്യുന്നതല്ല ഞാനും ചെയ്യുന്നത്. അപ്പൊ ദൈവം ചെയ്യുന്നതെല്ലാം ചെയ്യണമെങ്കിൽ അതാരെ ആക്കി ഉൾക്കൊള്ളൂ, ദൈവത്തിനെ ഉൾക്കൊള്ളും. അവിടെ തന്നെ അവർ ഇങ്ങനെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. 1-2 വാക്യം കൊടുത്ത് വായിച്ചു. വേണമെങ്കിൽ 30-ാമത്തെ വാക്യത്ത് വായിച്ചു. കണ്ടോ? സ്തോത്രം. ഞാന് എനിക്ക് സ്വതവേ ഒന്നും ചെയ്യുവാൻ കഴിയുന്നതല്ല. സ്തോത്രം. സ്വതവേ ഒന്നും ചെയ്യാൻ കഴിയുന്നതല്ല, എന്റെ പിതാവിന്റെ ഇഷ്ടമാണ് ഞാൻ നിവർത്തിക്കുന്നത് എന്ന് കർത്താവ് പ്രത്യേകം എടുത്തു പറഞ്ഞിരിക്കുന്നു. ഇനി അതിന്റെ 6-ാമത്തെ 38-ാമത്തെ വാക്യം എന്നിട്ട് 6:38 കണ്ടോ? ഞാൻ എന്റെ ഇഷ്ടമല്ല എന്നെ അയച്ചവന്റെ ഇഷ്ടം ചെയ്യുവാനാണ് ഞാൻ കൊന്നിരിക്കുന്നത്. നോക്കണേ. സ്തോത്രം. അപ്പോൾ കർത്താവ് തന്നെ തന്റെ ആ സ്വയം, കർത്താവിലുള്ള ആ സ്വയത്തോടെ നമുക്ക് മാതൃകയാണ്. കർത്താവ് എനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്ര എനി ജീവിക്കുന്നു എന്ന് ഒരു ഭക്തൻ പറയുന്നു. അതുപോലെ തന്നെയാണ് കർത്താവ് ഇവിടെ ജീവിച്ചത്. ഞാനില്ല. സ്തോത്രം. കർത്താവ് അത്ര എനി ജീവിക്കുന്നു. അതാണ് തന്നെത്താൻ ഒഴിച്ചു എന്നുള്ളതിന്റെ അർത്ഥം.
തന്നെത്താൻ താഴ്ത്തി തന്നെത്താൻ ഒഴിച്ചു. കെനോസിസ് അതൊരു പാത്രം തിരിച്ചു വെക്കുമ്പോ അതിലേക്ക് മുഴുവൻ നടന്നു പോകുന്ന പോലെയാണ് അതിനെ ഉപയോഗിക്കുന്ന വാക്കാണ്. അപ്പോൾ ഇവിടെ കണ്ടില്ലേ, ഇപ്പൊ സർവജ്ഞാന് അവൻ ദൈവമാണ്, അവനിലുണ്ട്, പക്ഷെ ഉപയോഗിച്ചില്ല. അവിടുത്തെ ദൈവത്വം ഉപയോഗിക്കാനുള്ള സ്വാതന്ത്ര്യം പിതാവിന്റെ തിരഹിതത്തിന് സമർപ്പിച്ചിരുന്നു. സ്വാതന്ത്ര്യം. അതുകൊണ്ടാണ് നമ്മൾ നമ്മുടെ സുവിശേഷം 24 അധ്യായത്തിൽ വായിക്കുന്നുണ്ടല്ലോ, ആ നാഴികയെ സംബന്ധിച്ചോ പിതാവ് മാത്രമല്ലാതെ സ്വർഗത്തിലെ ദൂതന്മാരും പുത്രനും കൂടെ അറിയുന്നില്ല. കർത്താവ് അറിയുന്നില്ല എന്ന്. അപ്പൊ എന്തെങ്കിലും ഒന്ന് അറിയാത്തവരാണെങ്കിൽ അവർ സർവജ്ഞാനി അല്ലല്ലോ. സ്തോത്രം. അത് യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെ ചോദ്യം ചെയ്യാനും സംശയിക്കാനും ചില ആളുകൾ ഉപയോഗിക്കുന്നത് കൊണ്ട് ഒരു വിശദീകരണം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. തിരുവെഴുത്ത് മുഴുവനായിട്ട്, വചനത്തിന്റെ സന്ദേശം അതിന് മുഴുവനായിട്ട് നമ്മൾ എടുക്കണം. സ്തോത്രം. അത് നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചു. അത് തന്റെ ദൂതന്മാർക്ക് ദൈവ വെളിപ്പാടുള്ള പങ്കിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിക്കുകയുണ്ടായി. ദൂതന്മാർക്ക് ദൈവ വെളിപ്പാടുള്ള പങ്ക്. ന്യായപ്രമാണം കൊടുക്കുന്നതും ദൂതന്മാർ അതിനകത്ത് പങ്കുവഹിച്ച് നമുക്ക് കാണാൻ കഴിയും. നമ്മൾ ഗലാത്യർ വായിക്കുമ്പോൾ ദൂതന്മാർ മുഖാന്തരം മോശയുടെ കയ്യിൽ, മധ്യസ്ഥന്റെ കയ്യിൽ ഏൽപ്പിച്ചത്. അപ്പോൾ അതിൽ ദൂതന്മാർക്ക് പങ്കുണ്ട്. എന്നാൽ സുവിശേഷം പങ്കുവയ്ക്കാൻ അവർക്ക് അവകാശം ഇല്ല. കാരണം സുവിശേഷം പറയുന്നത് സാക്ഷികളാകുകയാണ്. സാക്ഷികളായി നമ്മളുടെ അനുഭവിച്ചത് പറയുന്നതാണ്. അവർക്ക് അനുഭവമില്ലാത്തതുകൊണ്ട് അവർക്കത് പറയുവാനുള്ള അനുവാദമില്ല. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന പദവി എത്ര ശ്രേഷ്ഠമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. സ്തോത്രം. തന്റെ ദൂതൻ മുഖാന്തരം അയച്ച് തന്റെ ദാസനായ യോഹന്നാന് പ്രദർശിപ്പിച്ചു. പ്രദർശിപ്പിച്ചു എന്ന് പറയുമ്പോൾ തന്നെ ഇതൊരു ദൃശ്യാവിഷ്കാരമാണെന്നുള്ളത് നമുക്ക് വ്യക്തമാകുന്നുണ്ട്. ദൃശ്യമായ ഒരു വെളിപ്പാടാണ്. വെറും കേൾവി മാത്രമല്ല, ദൃശ്യമായ വെളിപ്പാട്. ഇപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ പണ്ടൊക്കെ അത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇപ്പൊ നല്ലൊരു വീഡിയോയിൽ, ഒരു ക്ലിയർ വീഡിയോയിൽ, മേ ബി 3 dimensional വീഡിയോയിൽ ഒക്കെ കാണുന്ന പോലെ സ്തോത്രം. അതുപോലെ പറയുന്ന ഞാൻ കേട്ടിട്ടുണ്ട്. ഇപ്പം ഈ 3D വീഡിയോ എന്ന് പറയുമ്പോൾ ഒരു പുലി ചാടുന്നത് മീൻസ് തിയേറ്ററിൽ ഇങ്ങനെ കാണിക്കുകയാണെങ്കിൽ ആ പുലി നമ്മുടെ നേരെ ചാടി വരുന്ന ആളുകൾ അടിച്ചു വിളിക്കുമെന്നും ഞാൻ കേട്ടിട്ടുണ്ട്. അത്ര ലൈവായിട്ട് അത് ചെയ്യാൻ പ്രദർശിപ്പിച്ചു എന്ന് പറയുന്ന വാക്യം. സൗരങ്ങളെ, ഈ വെളിപ്പാട് പുസ്തകത്തെക്കുറിച്ച് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കേണ്ടത് ഇത് ദൈവത്തിന്റെ കാര്യപരിപാടിയിലെ അനാദിയിലെ നിർണയം എന്ന ദൈവിക പദ്ധതിയിലെ പ്രധാന നാഴികക്കല്ലുകൾ ദൃശ്യാവിഷ്കാരമായി വെളിപ്പെടുത്തിയിരിക്കുന്ന പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം. ഞാൻ ഒന്നുകൂടെ പറയാം, ഇത് മനസ്സിൽ വെച്ചിട്ട് വേണം നമ്മൾ വെളിപ്പാട് പുസ്തകം വായിക്കാൻ. ഇവിടെ സംഭവിക്കുന്നതൊന്നും യാദൃശ്ചികമല്ല, ഒന്നും യാദൃശ്ചികമല്ല. നമുക്കറിയാമല്ലോ, വിലാപങ്ങളുടെ പുസ്തകം 3-37 വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, കർത്താവ് കൽപ്പിക്കാതെ ആർ പറഞ്ഞിട്ടാകുന്നു ഇവിടെ വല്ലതും സംഭവിക്കുന്നത്. വായിച്ചത് വിരാമങ്ങളുടെ പുസ്തകം 3-37 വാക്യം. കേട്ടോ, കർത്താവ് കൽപ്പിക്കാതെ ആരും പറഞ്ഞിട്ടാ ഇവിടെ വല്ലതും ഒന്ന് സംഭവിക്കുന്നത്. എല്ലാം ദൈവത്തിന്റെ കാര്യപരിപാടിയിൽപ്പെട്ടതാണ്. സ്തോത്രം. ദൈവത്തിന്റെ കാര്യപരിപാടിയിൽപ്പെട്ട കാര്യങ്ങൾ മാത്രമേ അതിലെ ആ നിർണയത്തിൽ, അതിലെ നടത്തിപ്പിൽ, അതിന്റെ എക്സിക്യൂഷനിൽ, അതിന്റെ നടത്തിപ്പിൽ, ആ നിർണയം നടപ്പിലാക്കുന്നതിലെ പ്രധാന നാഴികക്കല്ലുകൾ, ആ പ്രധാന നാഴികക്കല്ലുകൾ ദൃശ്യാവിഷ്കാരമായി വെളിപ്പെടുത്തിയിരിക്കുന്ന പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം. ഇത് പുസ്തകത്തെ കുറിച്ച് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. നമ്മളിങ്ങനെ പറയുന്നത് ടാബ്ലോ എന്നൊക്കെ പറയത്തില്ലേ,
അതിന് അതിൻ്റെതായ പരിമിതിയുണ്ട്. നമ്മുടെ നമ്മുടെ ഭാഷയുടേതായ പരിമിതിയുണ്ട്. എങ്കിലും ആത്മീയ വിഷയങ്ങളൊക്കെ നമുക്ക് ഭൗമികമായ വാക്കുകളൊക്കെ ഉപയോഗിച്ചാലേ അവതരിപ്പിക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞതാണ്. ദൃശ്യാവിഷ്കാരം, അതാണ് പ്രദർശിപ്പിച്ചു എന്നത് ആ വാക്കിൽ തന്നെ ആ ആശയം ഉൾക്കൊള്ളുന്നുണ്ട്. ഇനി മറ്റൊരു കാര്യം കൂടി ഓർക്കാനുണ്ട്. അതായത് ഞാൻ പറഞ്ഞല്ലോ, ദൈവത്തിന്റെ അനാദി നിർണയത്തിന്റെ നടത്തിപ്പിലെ പ്രധാന സംഭവങ്ങൾ മീൻസ് ദൃശ്യാവിഷ്കാരമായി അവതരിപ്പിക്കുന്ന കൂട്ടത്തിൽ കാലക്രമം അനുസരിച്ചല്ല അത് നടപ്പിലാക്കിയിരിക്കുന്നത്. ഇറ്റ്സ് നോട്ട് ഇൻ ക്രോണോളജിക്കൽ ഓർഡർ. കാലക്രമം അനുസരിച്ചല്ല ഇതിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. അത് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ടാണ് നമ്മൾ 12-ാം അധ്യായം വരുമ്പോൾ അവിടെ കാണാൻ കഴിയും, മഹാസർപ്പം വാലുകൊണ്ട് നക്ഷത്രങ്ങളിൽ 1/3 വലിച്ച് ഭൂമിയിലേക്ക് എറിയോ നമ്മളിവിടെ കാണുന്നുണ്ട്. മഹാസർപ്പം പിശാചിനെയാണ് സൂചിപ്പിക്കുന്നത്, നമുക്കറിയാം. വാലുകൊണ്ട് എന്ന് പറഞ്ഞാൽ തന്ത്രപരമായി വാലുകൊണ്ട് നക്ഷത്രങ്ങളിൽ ദൂതന്മാരെ കുറിച്ച് നക്ഷത്രങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ ദൂതന്മാർ 1/3 വാലുകൊണ്ട് വീഴ്ച കളഞ്ഞു എന്ന് പറഞ്ഞാൽ മനുഷ്യ സൃഷ്ടിപ്പിന് മുമ്പ് ലൂസിഫർ വഞ്ചനാപരമായി മാലാഖമാരിൽ നിന്ന് 1/3 മാലാഖമാരെ വീഴിച്ചു കളഞ്ഞു എന്നുള്ള ആ സത്യമാണ് അവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഞാൻ പറഞ്ഞത് മനസ്സിലാണെന്ന് വിശ്വസിക്കും. അതാണ് കാലക്രമം അനുസരിച്ചല്ല, ക്രോണോളജിക്കൽ ഓർഡറിലല്ല ഇതിൽ ദൃശ്യാവിഷ്കാരമായി വെളിപ്പെടുത്തിയിരിക്കുന്നത്. ആ കാര്യങ്ങളും നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. ഇതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് വെളിപ്പാട് പുസ്തകം പഠിക്കുകയാണെങ്കിൽ അബദ്ധങ്ങളൊന്നും വരികയില്ല. എന്നാൽ ഇതൊന്നും ഇല്ലാതെ തങ്ങളുടെ മനസ്സിലെ ചിന്തയ്ക്കനുസരിച്ച് ഇതിനെയൊക്കെ അങ്ങോട്ട് വ്യാഖ്യാനിക്കുമ്പോഴാണ് പല തെറ്റായ ഉപദേശങ്ങളും കടന്നു വരുന്നത്. ദൈവവചനത്തിൽ ബാക്കി 65 പുസ്തകങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ആത്മിക സത്യങ്ങളുടെ ഉപസംഹാരമാണ് വെളിപ്പാട് പുസ്തകം എന്നുള്ളത് മറക്കരുത്. അതിന്റെ ഒരു ഉപസംഹാരമാണ്. വലിയൊരു നമുക്കറിയാമല്ലോ, ഒരു തീസിസ് ഒക്കെ എഴുതി കഴിയുമ്പോൾ ആദ്യം നമ്മുടെ ഭരണഘടന എഴുതാം പ്രിയാമ്പിൾ എന്ന് പറഞ്ഞാൽ അതിന്റെ ഇൻട്രോഡക്ടറി പാർട്ട്. ആ പ്രിയാമ്പിളിനകത്ത് പ്രധാന കാര്യങ്ങളെ കുറിച്ചെല്ലാം സൂചനയുണ്ട്. എന്നിട്ട് അവസാനം വരുമ്പോ ഒരു കൺക്ലൂഷൻ ഉണ്ട്, ഇല്ലേ? നമ്മളിപ്പോ ഒരു പ്രബന്ധം ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു കൺക്ലൂഷൻ ഉണ്ട്. ആ കൺക്ലൂഷനിൽ ഇതിനകത്തെ പ്രധാന കാര്യങ്ങളെല്ലാം ഒന്ന് സൂചിപ്പിച്ച് അത് ഉപസംഹരിക്കും. മനസ്സിലായില്ലേ? അതുപോലെ ഈ 65 പുസ്തകങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ആ വെളിപ്പാടുകളെല്ലാം ഒന്ന് കൺക്ലൂഡ് ചെയ്തിരിക്കുന്നതാണ്. സ്തോത്രം. ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം എന്ന് പറയുന്നത്. സ്തോത്രം. അപ്പൊ ഇത്രയൊക്കെ കാര്യങ്ങൾ നമ്മൾ മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് വേണം ഈ വെളിപ്പാട് പുസ്തകം വായിക്കാൻ. നമ്മൾ ഒരു എസ്സേ എഴുതുമ്പോ തന്നെയാണ് ഒരു തീസിസ് എഴുതി വന്നപ്പോ അതിന്റെ കൺക്ലൂഷനിൽ ആദ്യം പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒന്ന് സൂചിപ്പിച്ച് കൺക്ലൂഡ് ചെയ്യുന്നത് പോലെ. അതുകൊണ്ട് ഒരു കാര്യം ഓർക്കണം, 65 പുസ്തകങ്ങളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കിയ ഒരാളെ 66ാമത്തെ പുസ്തകത്തോട് കയറാവും. പറഞ്ഞു നമുക്ക് 65 പുസ്തകം ശരിക്കും പഠിക്കും, മാസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് വെളിപ്പാട് പുസ്തകം പഠിക്കാവുന്നൊന്നും അങ്ങനെ പറഞ്ഞാൽ ഭൂമിയിൽ ആർക്കും അത് പഠിക്കാനൊക്കെയില്ല. മാത്രം. എന്നാൽ 65 പുസ്തകങ്ങളിൽ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ദൈവിക സന്ദേശത്തിന്റെ അന്തസത്ത, ഉൾക്കൊണ്ടിട്ട് വേണം ഇവിടെ ഈ 66ാമത്തെ പുസ്തകത്തിലേക്ക് കടക്കേണ്ടത്. സ്തോത്രം. നിങ്ങളുടെ മനസ്സിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ കഴിഞ്ഞു എന്ന് വിശ്വസിക്കട്ടെ. സ്തോത്രം. പ്രദർശിപ്പിച്ചു. അവൻ ദൈവത്തിന്റെ വചനം യേശുക്രിസ്തു സാക്ഷ്യവുമായി താൻ കണ്ടത് ഒക്കെയും സാക്ഷീകരിച്ചു. ഈ പ്രവചനത്തിലെ വാക്കുകളെ വായിച്ച് കേൾപ്പിക്കുന്നവരും കേൾക്കുന്നവരും അതിലേക്ക് പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാർ, സമയം അടുത്തിരിക്കുന്നു. സ്തോത്രം. അതിൽ തൊട്ട് മേളിൽ കണ്ടല്ലോ, വേഗത്തിൽ സംഭവിക്കാനുള്ളത് തുടങ്ങുന്ന അതാണ്. വേഗത്തിൽ സംഭവിക്കാൻ താഴെ സമയം അടുത്തിരിക്കുന്നു, ചുരുക്കത്തിന്റെ സമയമാണ്. സ്തോത്രം. അത്രയും കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ചുരുക്കമായിട്ട് നമ്മൾ ചിന്തിച്ചു. സ്തോത്രം.
അതിന്റെ 4-ാമത്തെ വാക്യം മുതൽ 7-ാമത്തെ വാക്യം വരെ ഒന്ന് വായിച്ചാട്ടെ. സ്തോത്രം. സ്വരങ്ങളിൽ 4-ാം വാക്യം. യോഹന്നാൻ ആസിയിലെ 7 സഭകൾക്കും എഴുതുന്നത്. ആസിയിലെ എന്ന് പറഞ്ഞാൽ ഏഷ്യയിലെ പറയാം. ഏഷ്യയിലെ എന്ന് പറയുമ്പോൾ ഏഷ്യ ഭൂഖണ്ഡത്തിൽ മുഴുവനും ഉള്ളത് എന്ന ആശയം വരുന്നില്ല. ഇത് ഒന്നുകൂടി ചുരുക്കി പറഞ്ഞാൽ ചിറ്റേഷ്യ, ഏഷ്യ മൈനർ, ഏഷ്യ മൈനറിൽ ഇപ്പൊ ഏഷ്യ മൈനറിന്റെ അന്ന് ഏഷ്യ മൈനർ പറഞ്ഞിരിക്കേണ്ട പ്രധാന ഭാഗം ഇന്നത്തെ തുർക്കിയാണ്. തുർക്കിയുടെ ഭാഗങ്ങളാണ് പ്രധാനമായിട്ടും. ഇവിടെ ഈ 7 സഭകളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് പ്രധാനമായിട്ട് തുർക്കി, ഇന്ന് തുർക്കിയും അതിന്റെ പരിസര പ്രദേശങ്ങളിൽ ഉൾപ്പെടുന്ന പ്രദേശങ്ങളാണ്. കാലാന്തരത്തിൽ ഭൂമി കുലുക്കവും പിന്നെ ഒത്തിരി വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായത് കൊണ്ട് ജിയോഗ്രഫിയിൽ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ജിയോഗ്രഫി സ്ഥലങ്ങളൊക്കെ മാറിയും ഒക്കെ വന്നിട്ടുണ്ട്. മീൻസ് കടലായിരുന്നത് കരയാകുകയും കരയായിരുന്നത് കടലാകുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഈ ഗൾഫ് പലപ്പോഴും അങ്ങനെ എന്നാ പറയുന്നത്. കടലായിരുന്നത് കരയായിട്ടുണ്ട്, കരയായിരുന്നത് കടലുമായിട്ടുണ്ട്. അത് ഒമാനിലൊക്കെ ചെന്നാൽ വലിയ മലകൾ കാണാം. പക്ഷേ മലയെന്ന് പറഞ്ഞ കറുത്ത ചേർ ഉണങ്ങിയിരിക്കുക, കറുത്ത ചേർ ഉണങ്ങിയിരിക്കുന്ന മലകളാണ്. അതിനെക്കുറിച്ച് ഗവേഷകന്മാര് അന്വേഷിച്ച് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഈ കറുത്ത ചേറിന്റെ അകത്ത് സമുദ്രത്തിന്റെ അടിയിലൊക്കെ ജീവിച്ചിരുന്ന ജീവികളുടെ അവശിഷ്ടങ്ങൾ കണ്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ ഭാഗം ഒരിക്കൽ എന്തായിരുന്നു, കടലായിരുന്നു. അത് വലിയൊരു ഭൂകമ്പം ഉണ്ടായിരുന്നു, അത് പൊങ്ങി കയറിപ്പോയി. അതല്ലേ വലിയ ഭൂകമ്പങ്ങളൊക്കെ ഉണ്ടാച്ചാൽ ദ്വീപുകൾ ഇല്ലാതാവും, വേറെ കുറെ ദ്വീപുകൾ പൊങ്ങി വരും. അതല്ലേ ഇപ്പൊ മാലിദ്വീപ് എല്ലാം മൊത്തത്തിൽ ഇങ്ങനെ താണോട്ടിരിക്കുകയാണ്, സമുദ്രം പൊങ്ങിക്കൊണ്ട് പോയിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു വരുന്നത് സ്തോത്രം. അപ്പൊ ഇന്ന് 21-ാം നൂറ്റാണ്ടിൽ ഈ പറഞ്ഞിരിക്കുന്ന എഫെസോസ് പറയുന്നത് ഇവിടമാണ് ഇവിടമാണ് എന്ന് കൃത്യമായിട്ട് പറയാൻ കഴിയില്ലെങ്കിൽ നമുക്ക് വ്യക്തമായിട്ട് ഒരു ഉൾക്കാഴ്ച അതിനെ കുറിച്ചുള്ളത് ഏഷ്യ മൈനറിലെന്നാണ്. ഇവിടെ ഒരു കാര്യം ഓർപ്പിക്കാതെ പോയാൽ അത് നീതിയാവില്ല. കാര്യം തുർക്കി നമുക്കറിയാം, ഇന്നിപ്പോൾ ലോകത്തിലെ ഏറ്റവും ഫണ്ടമെന്റലിസ്റ്റ് മുസ്ലിം രാജ്യങ്ങളിൽ ഒന്നാണ് തുർക്കി. നമുക്കറിയാമല്ലോ, ഇപ്പം അധികമായില്ല അവിടെയുള്ള ഹാഗിയ സോഫിയ എന്ന് പറയുന്ന ഒരു ദൈവാലയമുണ്ട്. പഴയ പള്ളി, ക്രിസ്ത്യൻ പള്ളിയാണ് ഹാഗിയ സോഫിയ. എന്ന് പറഞ്ഞ സോഫിയ എന്ന് പറഞ്ഞാൽ ജ്ഞാനം, ഹാഗിയ എന്ന് പറഞ്ഞാൽ വിശുദ്ധമായത്, വിശുദ്ധ ജ്ഞാനത്തിന്റെ കേന്ദ്രം എന്നൊക്കെ ഞാൻ പറയാവുന്നത് ഹാഗിയ സോഫിയ. ആ ദൈവാലയം മോസ്കാക്കി വായിച്ചിട്ട് പത്രങ്ങളൊക്കെ വായിച്ചു. അതിനെ കുറിച്ചൊന്നും ആരും മിണ്ടുന്നില്ല. ഇവിടുത്തെ മീഡിയ മുഴുവൻ സൈലന്റാ. ഇതുപോലെ പ്രെജുഡിസ്ഡ് ആയിട്ട് മീഡിയ വർക്ക് ചെയ്തിരുന്നൊരു കാലം ലോകത്തിലില്ല. പ്രെജുഡിസ്ഡാണ്. മുസ്ലിം തീവ്രവാദികളെ ഭയപ്പെടുന്ന ഒരു ലോകത്തിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. അല്ലേ? ബനഷ എഴുതിയ ഒരു പുസ്തകമുണ്ട്, ആംസ് ആൻഡ് ദ മാൻ എന്ന് പറഞ്ഞിട്ട്. നല്ലൊരു രസമുണ്ട്. ഈ പഴയ നാടകം എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കരുത് അത് ഇന്നത്തെ നാടകം പോലെ. അങ്ങനല്ല. ആ നാടകങ്ങളിലൊക്കെ പറഞ്ഞാൽ മൂല്യമുള്ള തത്വജ്ഞാനപരമായ ആശയങ്ങളെല്ലാം ഉൾക്കൊള്ളുന്നുണ്ട്. അതിനകത്ത് പറയുന്നുണ്ട്, ചാകാൻ തയ്യാറായിരിക്കുന്ന, മരണത്തിന് വിധിക്കപ്പെട്ടിരിക്കുന്ന ഒരുത്തന്റെ മുമ്പിൽ നിങ്ങൾ മുഴുവൻ പരാജയപ്പെടുന്നു. ഒരാളിനെ കൊല്ലാൻ അവനെ പിടിച്ചോണ്ട് പോവാം അധികാരികൾ, അവൻ കൊല്ലുന്നതിന് മുമ്പേ ഒരു ചടങ്ങിന് അവരെ വിസ്തരിക്കുന്നവരെ അദ്ദേഹം പറയും ഏതായിരുന്നു കൊല്ലും.
മരിക്കാൻ ഒരുങ്ങിയിരിക്കുന്ന ഒരുത്തന്റെ മുമ്പിൽ നിങ്ങൾ മുഴുവൻ പരാജയപ്പെടും എന്ന് പറഞ്ഞതുപോലെയാണ്. അവരെന്തും ചെയ്യാം, എന്തും പറയാം, ഇല്ലേ? അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വർഗത്തിലോട്ട് ചെന്ന ഉടനെ അവർ മദ്യം ഒഴുകുന്ന അരുവിയുടെ അടുത്തിരുന്ന് ഒഴിച്ചുകൊണ്ടിരിക്കുകയും കഴിച്ചുകൊണ്ടിരിക്കുകയും അവിടെ ലൈംഗിക സുഖത്തിന്റെ പാരമ്യമാണ്. വിവരക്കേട് തീവ്രവാദം പഠിപ്പിക്കുന്ന ഈ ശാപം പിടിച്ച സൽമാൻ റുഷ്ദിയല്ലേ പറഞ്ഞത്, സേറ്റനിക് വേഴ്സസ് അങ്ങനെ പറഞ്ഞില്ലേ? അത് ഈ സാധുക്കളായ പാവം കുഞ്ഞുങ്ങളെ ജനിച്ചു വീഴുന്ന തിരിച്ചറിയാൻ പ്രായമാകുന്ന സമയം മുതലേ ഇതിങ്ങോട്ട് ഇഞ്ചക്ട് ചെയ്ത് ഈ പാവം കുഞ്ഞുങ്ങളെല്ലാം പിന്നെ ചാകാനങ്ങ് തയ്യാറായത്. അപ്പൊ അവരൊക്കെ എന്തും ചെയ്യാം. അതിനകത്തെ നേതാക്കന്മാരെ ഒരു കൂട്ടം അവരുടേതായ സുഖ സൗകര്യങ്ങളിൽ ഇങ്ങനെ വൈകര്യമാണ്. അതാണ് എർഡോഗൻ. അറിയാവുണ്ട്, എർഡോഗൻ എന്ന് പറയുന്ന ആളാണ് ഇപ്പോഴത്തെ തുർക്കിയിലെ ഭരണാധികാരി. എർഡോഗൻ അത് മോസ്കാക്കി അവരിവിടെ ചോദിക്കുന്നില്ല, UN ഒന്നും കിട്ടുന്നില്ല. ഇന്നിപ്പോ ഇസ്രായേൽ ഒറ്റപ്പെടുന്ന പോലെ അവര് നിൽക്കുക. പലസ്തീനിലെ റെഫ്യൂജീസിന് വേണ്ടി എന്ന് പറഞ്ഞു വന്ന് തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. ഞങ്ങൾ വിരോധിച്ചേക്കുന്നു, നിങ്ങളുടെ പരിപാടി ഞങ്ങളുടെ ഇവിടെ വേണ്ട. ഇന്നത്തെ ലേറ്റസ്റ്റ് ന്യൂസ് ആണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന 7 സഭകൾ നിലനിന്നിരുന്ന സ്ഥലം ഒരു സഭയോടില്ലാത്തവരായി ഓർത്തു നോക്കണം. നമ്മളിവിടെ ഇതൊക്കെ നമുക്ക് മുന്നറിയിപ്പാണ്. കൂടുതലൊന്നും വെളിപ്പാട് പുസ്തകമല്ല, എന്നാലും പറയുക ഒരു മുന്നറിയിപ്പാണ്. നമുക്ക് 2 കാര്യങ്ങൾ പ്രധാനമായിട്ട് ചെയ്യാൻ കഴിയും. ഒന്ന്, ദുഷ്ടശക്തിക്കെതിരെ ദൈവസന്നതിൽ കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം. സ്തോത്രം. കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം പ്രിയപ്പെട്ടവരെ. 2, ദൈവവചനം വ്യക്തമായി പഠിപ്പിക്കുകയും സ്തോത്രം ആ വചനത്തിനനുസരിച്ച് മാതൃകയോടെ നമ്മൾ ജീവിക്കുകയും ചെയ്യണം. ഇത് 2 കാര്യമേ നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ. ബാക്കി ദൈവത്തെ ഏൽപ്പിച്ചേക്കുക. ദൈവം നമുക്ക് സ്തോത്രം ഈ ഭൂമിയിലെ കാര്യങ്ങളെ സംബന്ധിച്ച് നമുക്കൊരു ഉത്തരവാദിത്വം തന്നിട്ടുണ്ട്. അതാണല്ലോ തിരുവനന്തപുരം 2-ാം പുസ്തകം 7-ാം അധ്യായം 14-ാം അധ്യായം വായിക്കുമ്പോൾ, എന്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എന്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ട് എന്റെ മുഖം അന്വേഷിക്കുമെങ്കിൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് കേട്ട് അവരുടെ പാപം ക്ഷമിച്ച ദേശത്തിന് അപ്പൊ ദേശത്തിന് സൗഖ്യമില്ലാത്തതിന്റെ കാരണം നമ്മുടെ കുഴപ്പമാണ്. ദൈവം നമുക്ക് ഈ ലോകത്തിലെ കാര്യങ്ങളിൽ ഒരു ചുമതല തന്നിട്ടുണ്ട്. നമ്മുടെ ചുമതല എന്താ? ഇലക്ഷൻ ജയിച്ച് ഈ ഇവരുടെ കൂടെ കൂടുകയെന്നുള്ളതല്ല. അതല്ലേ വേറെ ഒരു കൂട്ടം, അങ്ങനെ ഒരു കൂട്ടം ചിന്തിക്കുന്നു. ആ വഴിയെ ഒരു കൂട്ടം പോകും. ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത് നമ്മൾ കർത്താവിന് വേണ്ടി നിൽക്കുക. ഏറ്റവും പ്രധാനം, ദുഷ്ടന്റെ അധീനതയിലാണ് ലോകം ഇരിക്കുന്നത്. സർവ്വലോകം ദുഷ്ടന്റെ അധീനത്തിൽ. 1 യോഹന്നാൻ 5:19. ദുഷ്ടന്റെ അധീനത്തിലിരിക്കുന്ന ലോകത്തിൽ ദുഷ്ടന്റെ ആധിപത്യം ശക്തിപ്പെടാതിരിക്കാൻ തക്കതുപോലെ പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണം ഇവിടെ ഉണ്ടാകുവാനായി നാം കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം. നമ്മുടെ പ്രാർത്ഥന മുഴുവൻ എന്താ? നമ്മുടെ കുഞ്ഞുങ്ങളുടെ കാര്യം സാധിക്കണം, ലൗകിക വിഷയങ്ങൾ മാത്രം. ഇനി ശ്രദ്ധിക്കണേ, നമുക്ക് പിശാചിനെ നമുക്കൊന്നും ചെയ്യാൻ നോക്കിയല്ല. ദൈവമാണ് അവരെ കൈകാര്യം ചെയ്യുന്നത്. നമുക്ക് പിശാചിനെ പല ആളും ബന്ധിക്കുന്നു, പിശാചിനെ ബന്ധിക്കുന്നു. നമുക്ക് പിശാചിനെ ബന്ധിക്കാൻ നോക്കില്ല. കർത്താവിനെ ബന്ധിച്ചു കഴിഞ്ഞു. കാൽവരിയിൽ അവരെ ബന്ധിച്ചു. സ്തോത്രം. അതല്ലേ വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം ഏൽപ്പിച്ചു. ക്രൂസിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി. ക്രൂസിൽ അവരെ അതല്ലേ കർത്താവ് പറഞ്ഞു, ബലവാനെ പിടിച്ചു കെട്ടിട്ടല്ലാതെ അവരുടെ കോപ്പ് തുറന്നുപോകാൻ കഴിയുകയില്ല. ബലവാനെ അവിടെ പിടിച്ചു കെട്ടി, പക്ഷെ നീണ്ട ഒരു കയറിലാണ് കിട്ടിയേക്കുന്നത്.
ആ കയറിന്റെ പരിധിയിൽ അവർ പോകാൻ ദൈവം അനുവാദപ്പെടുത്തണം. അവൻ നമ്മുടെ അടുത്തോട്ട് വരാതിരിക്കാൻ കർത്താവെ അവരെ നിയന്ത്രിക്കണമെന്ന് പറയാം. മാത്രമല്ല, നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ജനത്തിനു വേണ്ടിയാണ്. ജനത്തിനു വേണ്ടി അവരുടെ മേൽ പിശാചിന്റെ സ്വാധീനം ഉണ്ടാകാതിരിക്കാൻ അവരെ പരിശുദ്ധാത്മാവ് കർത്താവിലേക്ക് നയിക്കാൻ ഇടയാകേണ്ടതിന്റെ അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു. അല്ല, പിശാചിനെ ബന്ധിക്കുന്ന വേണ്ടിക്ക് പറയുന്നതിന്റെ ദൂരെ കാര്യമില്ല. പിശാചിനോട് നമ്മുടെ വിശുദ്ധ ജീവിതം കൊണ്ട് എതിർത്തു നിൽക്കുക, റെസിസ്റ്റ് ദ ഡെവിൾ, അവനോട് എതിർത്തു നിൽക്കുക. എന്നിട്ട് അവന്റെ സ്വാധീനം നമ്മുടെ സഹോദരങ്ങളുടെ മേൽ ഉണ്ടാകാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി പക്ഷപാതം ചെയ്യണം. അല്ല, പാമ്പിനെ നമ്മുടെ ഒരു ഇടയിൽ വലിച്ചോണ്ടിരിക്കുകയായിരുന്നു, കാട്ടുപ്രദേശത്ത് പോയി. ഒരു പെട്ടെന്ന് ഒരു നിലവിളി കേട്ടപ്പോൾ ഓടിച്ചു നോക്കുമ്പോൾ ഒരു കുഞ്ഞിന്റെ മേലെ ഒരു പാമ്പ് ചുറ്റിരിക്കും. ഒരു സങ്കല്പ വലിയ അപ്പൊ നമ്മളങ്ങോട്ട് ചെന്നിട്ട് ഒരു പടിയും കൊണ്ട് തോന്നി, നീ ആരടാ, മൂക്കനാമോ ശരിയുണ്ടോ, ചോദിച്ചോട്ടേക്ക്. അതിനെ കൊല്ലുക എന്നുള്ളതല്ല നമ്മുടെ പ്രധാന പ്രശ്നം. നമ്മുടെ കുഞ്ഞിനെ അത് വല്ല വിജയം നമ്മുടെ കുഞ്ഞിനെ രക്ഷിക്കാനുള്ളൂ. ഇതുപോലെയാണ് പിശാച് ജനത്തെ മുഴുവൻ സ്വാധീനിച്ചു വഞ്ചിക്കുന്നു. നമ്മുടെ സഹോദരങ്ങൾ നിഷ്കളങ്കരായി, മുസ്ലിം സമൂഹത്തിൽ നമ്മൾ കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം. നിഷ്കളങ്കരായി ഒത്തിരി പേര് അതിനകത്തുണ്ട്. അവര് തീവ്രവാദത്തിലേക്കും തെറ്റായ ചിന്തയിലേക്ക് പോകാതിരിക്കാനായിട്ട് അവർ സത്യവചനം കേൾക്കാൻ ഇടയാകേണ്ടതിന് നമ്മൾ വേണ്ടി പ്രാർത്ഥിക്കണം. സ്തോത്രം. എന്റെ കൂടെ ഉണ്ടേ നിങ്ങൾ എല്ലാവരും? സ്തോത്രം. ആസിയിൽ എന്ന് പറയുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന 7 സഭകൾ കണ്ടില്ലേ? ആസിയിലെ 7 സഭകൾക്കും എഴുതുന്നുണ്ട്. അത് ഞാൻ ഇന്ന് വളരെ സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിച്ചു. കാരണം ഈ മലയാളം തർജ്ജമയിൽ മൂല ഭാഷയിലെ ആശയങ്ങൾ ഉൾക്കൊള്ളുവാൻ വേദ പണ്ഡിതന്മാർ വളരെ ആവോളം ഉത്സാഹിച്ചിട്ടുണ്ട്. കാരണം അവിടെ മൂലഭാഷയിലുള്ള ആ ആശയം 7 സഭകൾക്ക് എഴുതുന്നതല്ല, സഭകൾക്കും 7 സഭകൾക്കും എന്ന് പറയുമ്പോൾ അതിനകത്തൊരു പൂർണ്ണതയുണ്ട്. 7 സഭകൾക്കും, അവിടെയുള്ള 7 സഭകൾക്കും കൂടെ എഴുതുന്നു. അപ്പൊ അതിനകത്തൊരു പൂർണ്ണതയുടെ ഒരു ധ്വനി അവിടെ ഉണ്ട്. നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ അതിന്റെ പ്രസക്തി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം ഈ ഏഷ്യാ മേഖലയിൽ തന്നെ അന്ന് 100 കണക്കിന് സഭകളുണ്ട്. 100 കണക്കിന് സഭകൾ. ആ 100 കണക്കിന് സഭകളിൽ നിന്ന് ഈ 7 സഭയാണ് തെരഞ്ഞെടുത്തത്. ഈ 7 സഭയെ തിരഞ്ഞെടുക്കുന്നതിന് കാരണമുണ്ട്. നമ്മൾ താഴോട്ട് വരുമ്പോൾ ഈ 7 സഭകളെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് ഒന്നുകൂടെ വ്യക്തമാക്കാം. സ്തോത്രം. സഭാ ചരിത്രത്തിലെ 7 കാലഘട്ടങ്ങളെ പ്രതിനിധീകരിക്കുന്നവയാണ് 7 സഭകൾ. സഭാ ചരിത്രത്തിലെ 7 കാലഘട്ടങ്ങളെ പ്രതിനിധീകരിക്കുന്നവയാണ് ഈ 7 സഭകൾ. അവിടെ 7 സഭകൾക്കും എന്ന് പറഞ്ഞാൽ ആഗോള വ്യാപകമായി 21 നൂറ്റാണ്ട് വരെ നിലനിൽക്കുന്ന എല്ലാ സഭകൾക്കും എഴുതുന്നത് എന്ന ആശയമുണ്ട്. അതാണ് ആശയിലെ 7 സഭകൾക്ക് എഴുതുന്നതല്ല, പിന്നെ സഭകൾക്കും എഴുതുന്നത്. അത്രമാത്രം ആ ആശയം കൂടി ഉൾക്കൊള്ളുവാണ്. പക്ഷെ പല ഭാഷകൾക്കും അതിൽ ഉൾക്കൊള്ളാനുള്ള ശേഷിയില്ല. നമ്മുടെ ഭാഷയ്ക്ക് നമുക്ക് ശേഷിയുണ്ട്. സ്തോത്രം. അത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം. ആട്ടെ, പലപ്പോഴും പല ആളുകളും ആ കൃത്യതയൊന്നുമില്ലാതെ ഒത്തിരി അങ്ങനെ തർജ്ജമകൾ ഉണ്ടാക്കിയത് പോവുകയാണ്. കൃത്യത ഉണ്ടായിരിക്കണം വചനത്തിന്റെ മീൻസ് തർജ്ജമകളിൽ. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നമുക്കറിയാമല്ലോ, നമ്മളിപ്പം 1 കിലോ കട്ടി എന്ന് പറയുന്നത് 1000 ഗ്രാം. 1000 ഗ്രാം എന്ന് പറഞ്ഞാൽ അതിന് ഒരു അളവ് പോലുണ്ട്. ലോകത്തിൽ എവിടെ ചെന്നാലും 1000 ഗ്രാം ആണ് 1 കിലോഗ്രാം. അതിന് ബക്കിംഗ്ഹാം കൊട്ടാരത്തിൽ ഒരു വെള്ളി കൊണ്ടൊരു വണ്ണം വെച്ചിട്ടുണ്ട് ഇന്റർനാഷണലി. പിന്നെ ഈ അളവിനുള്ള മീറ്ററിനുള്ളത് പാരീസിൽ വെച്ചിട്ടുണ്ട്. അതിനോട് തത്തുല്യമായിരിക്കും ബാക്കിയെല്ലാം. ഇതുപോലെ ഒറിജിനൽ ഭാഷ, ഒറിജിനൽ ഭാഷയോട് നീതി പുലർത്തുന്നതായിരിക്കണം ഓരോ തർജ്ജമയും.
തർജ്ജിമ ചെയ്യുന്നത് വെറും ലാഘവത്തോടെ ഒരു തർജ്ജിമ ഉണ്ടാക്കണമല്ലോ എന്ന് കണ്ടെന്ന് തർജ്ജിമ ഉണ്ടാക്കരുത്. അതെ, അത് വേറെ വിഷയം, അങ്ങോട്ട് ഞാൻ പോണില്ല, മുമ്പോട്ട് പോകുന്നു. ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായവെങ്കിൽ നിന്നും, കണ്ടില്ലേ, അവന്റെ സിംഹാസനത്തിന് മുമ്പിലുള്ള 7 ആത്മാക്കളുടെ പക്കൽ നിന്നും വിശ്വസ്ത സാക്ഷി മരിച്ച ഒരാളുടെ ഭൂരാജക്രം അധിപതിയുമായ യേശുക്രിസ്തുവിൽ നിന്നും നിങ്ങൾ കൃപയും സമാധാനവും ത്രിയേക ദൈവത്തിന്റെ വെളിപ്പാട്. ത്രിയേക ദൈവത്തിന്റെ വെളിപ്പാട്. ഇരിക്കുന്നവനും ഇരുന്നവനും, കണ്ടില്ലേ, ഇരുന്നവനും വരുന്നവരുമായവൻ. ഇരിക്കുന്നവൻ പ്രസന്റ്, ഇരുന്നവൻ പാസ്റ്റ്, വരുന്നവൻ ഫ്യൂച്ചർ. ദൈവം കാലാതീതനാണ്. കർത്താവിന് ഭൂതകാലം വർത്തമാനകാലം ഭാവികാലം ഒന്നില്ല. ഭൂതകാലം വർത്തമാനകാലം ഭാവികാലം ഒന്നുമില്ല. കാലാതീതനായ ദൈവം, സ്തോത്രം. അവിടുന്ന് നിത്യനാണ്, സ്തോത്രം. എന്നും വർത്തമാനകാലമാണ് കർത്താവ്. നമുക്ക് ഉൾക്കൊള്ളാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ട്, പക്ഷെ എന്നും അവിടുത്തേക്ക് വർത്തമാനകാലമാണ്. എല്ലാം അവിടുത്തെ തിരുമുമ്പിൽ നിൽക്കുന്നു, സ്തോത്രം. പ്രിയ ദൈവമക്കളെ, നമ്മളതൊന്നും മറക്കരുത്. ഒന്നും അവിടുത്തേക്ക് കഴിഞ്ഞു പോയതില്ല. ഇതിന് മനസ്സിലാക്കി തരാൻ ഞാനൊരു ശ്രമം നടത്തിക്കോട്ടെ, എന്റെ കൂടെ വരണം, സ്തോത്രം. കുറെ നാള് മുമ്പ് നമ്മൾ പത്രത്തിലൊക്കെ വായിച്ചല്ലോ, ഈ ഒരു നക്ഷത്രം വലിച്ചു കീറിപ്പോയെന്ന്. വലിച്ചു കീറിപ്പോയെന്ന് പറഞ്ഞാൽ, അതായത് ലോകത്തിലെ നക്ഷത്രങ്ങളൊക്കെ അതിനകത്ത് ഗേഷ്യൽ ഇൻഫിലിനാണ്. നമ്മുടെ സൂര്യൻ എന്ന നക്ഷത്രം ഹീലിയം വാതകം ആണ് അതിനകത്ത് നിറച്ചിരിക്കുന്നത്. ഹീലിയം വാതകം കത്തിയാണ് ഇത് പ്രകാശിച്ചൊക്കെ, അത് കത്തിത്തീരും. നമ്മുടെ ഗ്യാസിന്റെ സിലിണ്ടർ ഇരുന്ന പോലെ തീരും. ഒരു കാലത്തിന് വേണ്ടി വെച്ചിരിക്കുക. ഇതുപോലെ ഈ വാതകങ്ങൾ ഇങ്ങനെ കത്തിത്തീർന്ന നക്ഷത്രങ്ങൾ, ഈ കത്തിത്തീരുമ്പോ 2 ഗണത്തിൽപ്പെടുക ഈ നക്ഷത്രങ്ങൾ. ഒന്ന് വൈറ്റ് ദ്വാർഫുകൾ എന്ന് പറയും. വൈറ്റ് ദ്വാർഫുകൾ എന്ന് പറഞ്ഞാൽ ഇത് കത്തിത്തീരുന്നതനുസരിച്ച് അതിന്റെ സൈസ് ചെറുതായിപ്പോകും. ബലൂണ് കാറ്റ് നോക്കുന്ന പോലെ. അപ്പൊ അതിനകത്തുള്ള പ്രസരിക്കുന്ന പ്രകാശത്തിന് തീവ്രതയിൽ കാര്യമായ വ്യത്യാസം ഉണ്ടാവില്ല. വേറൊന്നുണ്ട്, ബ്ലാക്ക് ഹോൾസ് എന്ന് പറയും. ബ്ലാക്ക് ഹോൾസ് എന്ന് പറഞ്ഞാൽ അതിന് മാറ്റം വരുന്നില്ല, അതൊക്കെ തീർന്നാലും ആ സൈഡിൽ തന്നെ ഇരിക്കും. കൂട്ടകത്തിനകത്ത് വെള്ളം കണത്തി കളഞ്ഞാണ് കൂട്ടം പഴയ സൈഡിൽ ഇരിക്കാം. അതുപോലെ അങ്ങനെ ആ ബ്ലാക്ക് ഹോൾസ്, ഈ ബ്ലാക്ക് ഹോളിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ആ പരിസരത്തുള്ള ദുഃഖിനകത്തോട് വലിക്കും. ഏതോ ഒരു നക്ഷത്രം അതിന്റെ ഭ്രമണപഥത്തിൽ 2 ബ്ലാക്ക് ഹോളുകൾ ഇടയിൽ വന്ന് വിട്ടുപോയി. ഒന്ന് ഇങ്ങോട്ട് വലിച്ചു, ഒന്ന് അങ്ങോട്ട് വലിച്ചു. വലിച്ചപ്പോൾ കീറിപ്പോയി, വലിച്ചു കീറിപ്പോയി. നമ്മൾ പത്രങ്ങളിലൊക്കെ വായിച്ചതാണ്. അത് ഏതാണ്ട് അവരന്നേരം അതിന് കണക്ക് എഴുതിയിരിക്കുന്നത് 1000 വർഷങ്ങൾക്ക് മുമ്പ്, 10,000 വർഷങ്ങൾക്ക് മുമ്പ് മറ്റോ നടന്ന സംഭവമാണ്. ആ സംഭവം നടന്നപ്പോൾ അതിൽ നിന്ന് പ്രസരിച്ച വന്ന ആ പ്രകാശം യാത്ര ചെയ്ത് ഇപ്പോഴാണ് നമ്മുടെ ഭൂമി വന്നത്. ആ പ്രകാശ യാത്ര ഇപ്പൊ ഇവിടെ വന്നപ്പോ ഈ 10,000 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ആ സംഭവം ഇപ്പോഴാണ് നമ്മള് കാണുന്നത്. അപ്പൊ ദൈവത്തിന് മുമ്പിൽ നമ്മുടെ 10,000 വർഷം മുമ്പ് നടന്നതൊന്നും ഇപ്പൊ നടക്കുന്നത് വ്യത്യാസമില്ല. കർത്താവ് ഒരുപോലെ കണ്ടുകൊണ്ടിരിക്കുക. സ്തോത്രം. അവൻ കാലാതീതനാണ്. കഴിഞ്ഞതൊന്നും ഇപ്പോഴത്തൊന്നും വരാതൊന്നും ഒരു വ്യത്യാസം ദൈവത്തിനില്ല. നിത്യനാണ്, നിത്യനായി. അതാണ് ഇരുന്നവരും ഇരിക്കുന്നവരും വരുന്നവരും. ഇത് തന്നെയാണ് സ്തോത്രം. കർത്താവ് നമുക്കറിയാമല്ലോ, മോശ ചോദിച്ചു എന്റെ പേരെന്താണ്. അവരെന്നോട് ചോദിക്കും പേരെന്താണ്. എന്താ ഞാനാകുന്നവൻ, സ്തോത്രം. ഞാനായിരുന്നവനെന്നല്ല, ഞാൻ ആകാനിരിക്കുന്നവനെന്നല്ല, ഞാൻ ആകുന്നവരെന്ന് ഞാൻ. സ്തോത്രം. അതാണ് ഇരിക്കുന്നത്. അത് പിതാവായ ദൈവത്തെ കുറിച്ചാണ് അവിടെ പരാമർശിച്ചിരിക്കുന്നത്. നമുക്ക് മനസ്സിലാക്കാം. കണ്ടില്ലേ,
അവന്റെ സിംഹാസനസ്ഥനായിരിക്കുന്ന ദൈവം, പിതാവായ ദൈവം, സിംഹാസനസ്ഥനായിരിക്കുന്ന പിതാവായ ദൈവം. അടുത്തത് അവന്റെ സിംഹാസനത്തിന് മുമ്പിൽ, അപ്പൊ സിംഹാസനസ്ഥനായിരിക്കുന്ന പിതാവായ ദൈവത്തിന്റെ തിരുമുമ്പിൽ 7 ആത്മാക്കൾ, സ്തോത്രം, ഇങ്ങനെ നിൽക്കുക. 7 ആത്മാക്കൾ എന്നത് പരിശുദ്ധാത്മാവിന്റെ പൂർണ്ണതയാണ്. പരിശുദ്ധാത്മാവിന്റെ പൂർണ്ണത യെശയ്യാവിന്റെ പ്രവചനം 11-ാമത്തെ അധ്യായം അതിന്റെ 2-3 വാക്യങ്ങൾ ഒന്ന് വായിച്ചേക്കാമെങ്കിൽ അവിടെ പരിശുദ്ധാത്മാ പൂർണ്ണതയുടെ 7 കാര്യങ്ങൾ അവിടെ പറഞ്ഞിരിക്കുന്നത് കാണാൻ. അതാണ് 7 ആത്മാക്കൾ. കേട്ടോ, 7 കാര്യം. പരിശുദ്ധാത്മാവിന്റെ പ്രകൃതത്തിന്റെ 7 ഗുണവിശേഷങ്ങളാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇതാണ് ഈ യെശയ്യാ 11:2, യെശയ്യാ 11:2. ഇനി യെരുശലേമിലെ ദൈവാലയത്തിൽ അതിനു മുമ്പുള്ള സമാഗമന കൂടാരത്തിലും പിന്നെ 7 തിരിയുള്ള പൊൻനിലവാക്കി 7 തിരിയുണ്ട്. ആ 7 തിരി മുമ്പോട്ട് പ്രകാശിച്ചോട്ടിരിക്കും. അത് പരിശുദ്ധാത്മാവിനെ സൂചിപ്പിക്കുന്നു. അറിയാമല്ലോ, പരിശുദ്ധാത്മാവിനെ സൂചിപ്പിക്കുന്നു. അതാണ് നമ്മൾ വെളിപ്പാട് ഇബ്രാഹിം വായിക്കുന്നുണ്ട്, സ്വർഗീയമായതിന് നിഴലാണ്. അപ്പോൾ 7 തിരിയുള്ള ഈ നിലവിളക്ക് എന്ന് പറയുന്നത് 7 ആത്മാക്കളായ 7 ദീപങ്ങൾ. പക്ഷെ 7 ആത്മാവൂടെ കൂടി ഒരാത്മാവ്, പരിശുദ്ധാത്മാവിന്റെ സത്വപ്രകൃത വെളിപ്പാടാണ്. പരിശുദ്ധാത്മ സ്വഭാവത്തെ, പരിശുദ്ധാത്മാവിന്റെ പ്രകൃതത്തിലെ 7 ഗുണവിശേഷങ്ങളാണ് 7 ആത്മാക്കൾ എന്നിവിടെ പറഞ്ഞിരിക്കുന്നത്. സ്തോത്രം. യെശയ്യാ പറയുന്നിട്ട് നമ്മൾ 2-ാമത്തെ വാക്യം 3-ാമത്തെ വാക്യം ഒന്ന് വായിച്ചല്ലോ. സ്തോത്രം. അപ്പൊ അവന്റെ സിംഹാസനത്തിന് മുമ്പുള്ള 7 ആത്മാക്കളുടെ പദ്ധതി ഇവിടെ ഇച്ചിരി ഒന്നിന്റെ കാര്യം കൂടെ ഒന്ന് പറഞ്ഞു പോകാം. സ്തോത്രം. പരിശുദ്ധാത്മാവിനെ ഞാൻ ആവർത്തി ഇവിടെ പറഞ്ഞിട്ടുണ്ട്. പരിശുദ്ധാത്മാവിനെ വിളക്കിനോടാണ് ഉപമിച്ചിരിക്കുന്നത്, തീയോടല്ല. അത് നമ്മൾ മറക്കരുത്. ഇതിനെ സംബന്ധിച്ച് അങ്ങ് ഫയർ കൊണ്ട് പിന്നെ പതുക്കെ അല്ല, ഇങ്ങനെ ഇടിച്ചു കയറിയിട്ട് വരിക. ആത്മാവിനെ കെടുത്തരുത് എന്ന് പൗലോസ്ലീഹ പറയുന്നിടത്ത് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് വിളക്കൂതിക്കെടുത്തുന്നതിനുള്ള വാക്ക, പതിനഞ്ചിന്റെ പണിയല്ല. പ്രസിദ്ധരായ അധികം വേദികൾ കൈയടക്കിയിരിക്കുന്ന ചില ദൈവദാസന്മാരാണ് ഇതും കൊണ്ട് നടക്കുന്നത്. ഇത് വ്യാജമാണ്. ഇനി സ്വർഗത്തിൽ അന്യാഗ്നി കത്തിക്കുന്ന വേറെ ഈ സഹോദരങ്ങളെ, യാഗപീഠത്തിലെ തീയിൽ നിന്നല്ല നിലവിളക്ക് കത്തിക്കുന്നത്. യാഗപീഠത്തിലെത്തി സ്വർഗത്തിന് ദൈവത്തിന് സന്നിധിയിൽ ഇറങ്ങിയ തീയാണ്. അത് പാപത്തിന്റെ മേൽ, പാപത്തെ പ്രതിനിധീകരിക്കുന്നതാണല്ലോ യാഗപീഠം. പാപം ചുമന്നതാണ്. ആ പാപത്തിന്മേൽ ദൈവത്തിന് ശിക്ഷാവിധി ഇറങ്ങുന്നതിന്റെ അടയാളമാണ്. ഈ പാപിയുടെ മേൽ ഇറങ്ങേണ്ട ദൈവ ശിക്ഷാവിധി ഈ മൃഗത്തിന്റെ മേൽ ഇറങ്ങുക. ഈ പാപിയുടെ സ്ഥാനത്ത് ഈ മൃഗം യാഗമാവുക. പാപിയുടെ മേലുണ്ടാകേണ്ട ദൈവത്തിന്റെ ശിക്ഷാവിധി ഈ യാഗമൃഗത്തിന്റെ മേലുണ്ടാകുന്നു. അത് ദൈവത്തിന്റെ ന്യായവിധിയാണ് കാണിക്കുന്നത്. അതാണ് സ്തോത്രം. സ്വർഗത്തിൽ നിന്നിറങ്ങിയ തീ. അത് എന്നാൽ പരിശുദ്ധാത്മാവിനെ പ്രതിനിധീകരിക്കുന്ന നിലവിളക്കിലെ തീ മോശമല്ലേ കത്തിക്കുക. വാക്യം ഒന്ന് വായിച്ചോളൂ എനിക്കില്. സ്തോത്രം. ഈ വിഭാഗം പുറപ്പാട് പുസ്തകം 40-ാം അധ്യായം. പുറപ്പാട് പുസ്തകം 40-ാമത്തെ അധ്യായം ആദ്യം 4-ാമത്തെ വാക്യം വായിച്ചോളൂ. പുറപ്പാട്
പുറപ്പാട് പുസ്തകം 40-ാമത്തെ അധ്യായം 4-ാമത്തെ. ദീപം കൊളുത്തണം. അതിന്റെ 24-ാം വാക്യം കൂടെ വായിച്ചേ. അത് ഇൻസ്ട്രക്ഷൻസ് നടപ്പാക്കിയത് 40-20. ദീപം കൊളുത്തി ആര്? മോശ. അത് കഴിഞ്ഞാണ് യാഗപീഠത്തിലോട്ട് തീ കാണുന്നത്. അത് പറയുന്നിടത്ത് നിങ്ങൾ പോകരുത്. കേൾക്കുന്നുണ്ടോ? ന്യായമായ വിഷയം വരുന്നത് ചോദിക്കാം. 7 ആത്മാക്കളായ 7 ദീപങ്ങളാണ് ഇവിടെ സിംഹാസനത്തിലുള്ള 7 ആത്മാക്കളുടെ മക്കളിൽ അവരുടെ പരിശുദ്ധാത്മാവുണ്ട്. അപ്പോൾ പിതാവ്, പരിശുദ്ധാത്മാവ്. അടുത്തത് കണ്ടില്ലേ? വിശ്വസ്ത സാക്ഷിയും മരിച്ചവരിൽ ആദ്യജാതനും പുരാതനർക്ക് അധിപതിയുമായ യേശുക്രിസ്തുവിൽ നിന്ന് അവർ ത്രിയേക ദൈവവും. കണ്ടോ? പിതാവ്, പരിശുദ്ധാത്മാവ്, പുത്രൻ. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് തന്നെ പറയണമെന്നൊന്നുമില്ല. 3 ആളത്വങ്ങളും തുല്യപ്രധാനികളും ഒരുപോലെ നിത്യരുമാണ്. കോയിക്വൽ ആൻഡ് കോയിറ്റേണൽ. എന്നാൽ രക്ഷാപദ്ധതി നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട പിതാവിന് ഒരു അധ്യക്ഷ സ്ഥാനവും സ്തോത്രം, പുത്രന് അതിന്റെ നടത്തിപ്പിന്റെ ഭാഗവും, പരിശുദ്ധാത്മാവിന് പുത്രനെ അതിൽ തുണയ്ക്കുന്ന ഭാഗവുമാണ്. അതാണ് വെളിപ്പാടിന്റെ ക്രമമാണ്. ത്രിയേകത്വത്തിലെ 1-ാം ആളത്ത്, 2-ാം ആളത്ത്, 3-ാം ആളത്ത് നമ്മൾ പറയും. വെളിപ്പാടിന്റെ ക്രമമാണ്, സ്ഥാനത്തിന്റെ സൂചനയല്ല. പിതാവായ വെളിപ്പാട് ഒന്നാമത്, പുത്രനായ വെളിപ്പാട് പിന്നെ, പരിശുദ്ധാത്മാവിന്റെ വെളിപ്പാട് പുതിയത്തിലാണ് കൂടുതൽ പ്രകടമായി ലഭിക്കുന്നത്. അതാണ് വെളിപ്പാടിന്റെ ക്രമത്തെയാണ് സൂചിപ്പിക്കുന്നത്, അല്ലാതെ സ്ഥാന പദവിയെ അല്ല. കൂടെ ഉണ്ടെന്ന് വിശ്വസിക്കട്ടെ. സ്ഥാനത്തെ പദവിയെ സൂചിപ്പിക്കുന്നതല്ല. തൃത്വത്തിൽ രണ്ടാമനായതൊക്കെ പറയുമ്പോൾ സ്തോത്രം, രണ്ടാമനായെന്ന് പറയുമ്പോൾ പിതാവിന്റെ കീഴിൽ ഇവിടെ വന്നപ്പോൾ രക്ഷാപദ്ധതി നടപ്പാക്കുന്നതുമായ ആ ബന്ധത്തിൽ കർത്താവിടെ വന്നപ്പോൾ പിതാവിന് സ്വമേധയാ കീഴ്പ്പെട്ടിരുന്നു നമുക്ക് മാതൃക നയിക്കുവാൻ. ഞാനും പിതാവ് വന്നതെന്ന് പറഞ്ഞു. അതെ, അപ്പോൾ എന്നിട്ട് അത് അല്പം ഒരു വിശീലനം പറയാം. അപ്പൊ 3 ആളത്വങ്ങളും പരാമർശിക്കപ്പെട്ടിരിക്കുന്നു. സ്തോത്രം. എന്നിട്ട് ഇനി യേശുക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന വിശേഷണങ്ങൾ ശ്രദ്ധേയമാണ്. 1, വിശ്വസ്ത സാക്ഷി. ഒരുവൻ ഈ സാക്ഷി എന്ന് പറഞ്ഞാൽ കണ്ടവനെന്ന. വിശ്വസ്ത സാക്ഷിയാണെങ്കിൽ മുഴുവനും പൂർണ്ണമായും കണ്ടവനായിരിക്കണം. ഇനി കർത്താവ് തന്നെ കുറിച്ച് പറഞ്ഞു. ഈ വാക്യം വായിച്ചാട്ടെ. യോഹന്നാന്റെ സുവിശേഷം 18-ാമത്തെ അധ്യായം 37-ാമത്തെ വാക്യത്തിൽ അവിടെ പീലാത്തോസ് യേശുവിനോട് സംസാരിക്കുന്ന രംഗം. അതിനകത്ത് 36 വായിക്കുന്നത്. വായിച്ചോളൂ. വായിച്ചോളൂ. അടുത്തത് വായിച്ചോ. കേട്ടോ? അതിലെ 37 വലിയ വാക്യമാണ്. നോക്കണേ. സത്യത്തിന് സാക്ഷി നിൽക്കാൻ ഞാൻ ലോകത്തിൽ ജനിച്ചിരിക്കുന്നു. സത്യതൽപ്പനായതിന്റെ വാക്കുകൾ എടുത്തത് ഇത് കേട്ടോ. ഇതിനകത്തോത് ആ കൺഫ്യൂഷൻ. സത്യം എന്നാൽ എന്ത് എന്ന് പറഞ്ഞിട്ട് ചോദിച്ചെന്നല്ല പറഞ്ഞത്. അങ്ങനെയല്ലേ പറഞ്ഞത്? വായിച്ച് താഴത്തെ വാക്യം. പീലാത്തോസ് എന്ന് പറഞ്ഞു. ഇത് ചോദിച്ചതല്ല. ഇറ്റ് ഇസ് എക്സ്പെക്ട് ആൻ ആൻസർ ഫ്രം ദ ലോർഡ്. കർത്താവിൽ ഒരു ഉത്തരം അവൻ ആഗ്രഹിച്ചോടല്ല. സത്യം എന്നായ സത്യം എന്നതായി സത്യം എന്ന് പറഞ്ഞാൽ എഴുന്നേറ്റ് പോയി ജനത്തിനായിട്ട് തുടങ്ങി. ഫ്രാൻസിസ് ബേക്കർ എന്ന് പറയുന്നൊരു എഴുത്തുകാരനുണ്ട്. അദ്ദേഹം ഓഫ് ട്രൂത്ത് എന്ന് പറഞ്ഞൊരു ചെറിയ ലേഖനം.
അതിനകത്ത് ഇതിനകത്തിന്റെ പരാമർശിച്ചിട്ടുണ്ട്. സ്തോത്രം. അദ്ദേഹം പറഞ്ഞിരിക്കുന്നേ പിലാത്തോസ് ജസ്റ്റിഫൈഡ് ഒരു തമാശ പോലെ പറഞ്ഞു, അതിനകത്ത് ഗൗരവബോധമില്ലാതെ പറയുന്ന ഫോർ ആൻ ആൻസർ, ഒരു ഉത്തരത്തിനും കാത്തില്ല, ഉത്തരം ആഗ്രഹിച്ചുമില്ല, അവനതിനെ ഗൗരവമായി എടുത്തുമില്ല. എവിടെയാണ് സത്യം? സത്യം മനസ്സിലായില്ലേ എന്ന് പറയുന്ന പോലെ ഭൂമിയിലെങ്കിലും സത്യമില്ല. ശരിയാ, സത്യം ഒന്നേ ഉള്ളൂ, ദൈവമാണ് സത്യം. സ്തോത്രം. അതാണ് റോമാലേഖനം 3-4 വാക്യത്തിൽ വിശ്വാസ സാക്ഷി എന്നുള്ളത് ഇന്ന് വ്യക്തമാക്കി തരാൻ ശ്രമിക്കുകയാണ്. റോമാലേഖനം 3-4 വാക്യത്തിൽ ദൈവം സത്യവാൻ, ദൈവം മാത്രമേ ഉള്ളൂ സത്യവാൻ. സത്യവാൻ എന്ന് പറഞ്ഞാൽ യഥാവാൻ, സത്യമായത്. ഈ മാറ്റം വന്നുകൊണ്ടിരിക്കുന്ന ഒന്ന് സത്യമാണെന്ന് പറയാൻ നോക്കുകയല്ല. പറയാൻ നോക്കുവോ? മാറ്റം വന്നുകൊണ്ടിരിക്കുന്നു. ഒരു ചെടിയുടെ ഇല, മാവിന്റെ ഇല തന്നെ എടുത്തോളൂ. മാവിന്റെ ഇല തടുത്തിങ്ങോട്ട് വരുമ്പോ ആ ഇലയുടെ നിറം എന്തുവാ? നല്ല എന്താണ് ഒരു പിങ്കോ, നല്ല ഭംഗിയാ, നല്ല നിറം. കുറച്ച് കഴിയുമ്പോഴത്തേനും അത് നമ്മുടെ പെയില് എല്ലോ ആകും. പെയില് എല്ലോ ആയത് കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേനും അത് ഡീപ് ഗ്രീൻ ആകും. ആ അവസരം പോലെ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. കാലം മാറുന്നതനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. അതിനൊരു സ്ഥായിയായ ഒന്നില്ല. സത്യം എന്ന് പറഞ്ഞാൽ സ്ഥായിയായതായിരിക്കണം, മാറ്റം വരാത്തതായിരിക്കണം, സ്ഥായീഭാവമുള്ളവൻ. അവസരം ഈ സത്യമില്ലാത്തവനല്ല, അവസരം പോലെ മാറില്ല. അവസരം പോലെ മാറുന്നവനാണ് ഈ നെപ്പോളിയൻ. സൈനികരിനാ ദ്വീപിൽ നിന്ന് തടവ് ചാടി. അവനെ അവിടേക്ക് നാട് കടത്തിയാണ്. തടവ് ചാടിയപ്പോ അന്ന് തടവ് ചാടിയപ്പോ പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ആ മൃഗം കൂടിൽ നിന്ന് പുറത്തിയാടിയിരിക്കുന്നു, വീട്ടിൽ നിന്ന് പുറത്തിയാടിയിരിക്കുന്നു ആദ്യ റിപ്പോർട്ട്. കുറച്ച് കഴിയുമ്പോഴത്തേനും അവനെ തളയ്ക്കാനായി 2-ാം ദിവസം അവനെ പിന്നെയും തിരിച്ച് കൂട്ടിലിടാനായി ശ്രമം നടക്കുന്നുണ്ട്. 3-ാം ദിവസം പക്ഷെ ശ്രമങ്ങൾ വിജയിക്കുന്നില്ല. പിന്നെയും അദ്ദേഹം നമ്മുടെ രാജ്യത്തെ ലക്ഷ്യമാക്കി തന്നെ മുന്നേറിക്കൊണ്ടിരിക്കുന്നു. എന്നിട്ട് കുറച്ചു കഴിഞ്ഞു അതിർത്തിയോട് അടുക്കാറായി അടുത്ത ദിവസം. എന്നിട്ട് അതിനടുത്ത് ചക്രവർത്തിക്ക് സ്വാഗതം. ഇവിടെ വന്ന് അധികാരം പിടിച്ചു. പത്രക്കാരുടെ അന്ന് അത്രയാണ്, ഇന്ന് അതിനേക്കാൾ സ്ഥായിയായതൊന്നുമില്ല. ആദ്യം മൃഗം തടയുകയാണെന്ന് പറഞ്ഞിട്ട് അവരെ തള്ളി പറയാ അല്ലേ? കുറച്ച് ഇവിടെ വന്ന് അധികാരം പിടിക്കാൻ വന്നപ്പോഴത്തേന് പറയാം ആ ചക്രവർത്തിക്ക് സ്വാഗതം. അവസരവാദികൾ നമ്മളൊക്കെ ആകരുത്. സ്ഥായിയായ ഭാവമില്ല. അപ്പൊ സ്ഥായിയായ ഭാവമുള്ളവൻ സത്യം എന്ന് പറയാൻ ഒന്നേ ഉള്ളൂ, ഒരാളെ ഉള്ളൂ, അത് ദൈവമാണ്. സ്തോത്രം. സത്യത്തിന് സാക്ഷ്യം വഹിക്കാൻ വന്നെന്ന് പറഞ്ഞാൽ ദൈവത്തെ വെളിപ്പെടുത്താൻ വന്നെന്ന്. സ്തോത്രം. അതാണ് യോഹന്നാന്റെ സുവിശേഷം 1:18 ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, അവന്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കും. അതാണ് യേശു തന്നോട് പറഞ്ഞു, പിതാവിനെ ഞങ്ങൾ കാണിച്ചോണം. എന്നാൽ ഞങ്ങൾക്ക് പറഞ്ഞു ഫിലിപ്പോസ് ഇത്ര നാൾ അതിനോടൊരു നിർദ്ദേശത്തെ അറിയുന്നില്ലേ, എന്നെ കണ്ടവൻ പിതാവിനെ, ഞാനും പിതാവ് ഒന്നാകും. അപ്പൊ പിതാവിനെ യഥാസ്ഥിതി അവനായിരിക്കുന്ന സ്ഥിതിയിൽ തന്നെ വെളിപ്പെടുത്താൻ ഞാനിവിടെ വന്നവരാണ്. ഈ വിശ്വസ്ത സാക്ഷി തരാത്ത അർത്ഥം മനസ്സിലാകുന്നുണ്ട്. സ്തോത്രം. വിശ്വസ്ത സാക്ഷിയാകാൻ ഒരുവനെ കഴിവുള്ളൂ. സത്യത്തിന്റെ വിശ്വസ്ത സാക്ഷിയാകാൻ സത്യത്തെ അതുപോലെ കണ്ടവനെ കഴിയുള്ളൂ. സത്യമായി ദൈവത്തെ അതുപോലെ അറിയുന്നവൻ ദൈവമായവൻ മാത്രമേ ഉള്ളൂ. അതാണ് ദൈവത്തിന്റെ ആഴങ്ങൾ അറിയുന്നത് ദൈവാത്മാവ് മാത്രമാണ്. അദ്ദേഹത്തിന് പോലും പറയുക ദൈവത്തെ വെളിപ്പെടുത്താൻ വന്നു, സത്യത്തിന് സാക്ഷിയാകാൻ വന്നു.
അവൻ മാത്രം വിശ്വസ്ത സാക്ഷി. എല്ലാവരും എന്റെ കൂടെ തന്നെ ഉണ്ട്. നമുക്ക് ആർക്കും വിശ്വസ്ത സാക്ഷിയാൻ ഒക്കുന്നില്ലെന്നുള്ളതാണ് സാർ. ദൈവം ആഗ്രഹിക്കുന്നതാ, നിങ്ങൾ എന്റെ സാക്ഷി. ഈ സാക്ഷി പറയാന്നവന്റെ കൊച്ചു കാര്യമൊന്നുമില്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? ആ സാക്ഷി കൊല്ലപ്പെട്ടു. ഇടയ്ക്കിടയ്ക്ക് പറയുന്ന സാക്ഷി കൊല്ലപ്പെട്ടു. ഇവിടെ ചുറ്റുകുളക്കര, ഇവിടെ ആലപ്പുഴ എന്നിച്ചൊരു വലിയ കൊലപാതകം നടന്നപ്പോ അടുത്ത ഒരു കമ്പനിയിലെ വാച്ച്മാൻ ഞാൻ കണ്ടതാ. വെട്ടിക്കുമ്പോ ഒരു ലോറി അങ്ങോട്ട് റോങ് സൈഡിലോട്ട് നേരെ ചെന്ന് ഇടിക്കുന്നു. അവര് വെട്ടിക്കാൻ നോക്കിട്ടോ പിന്നെ ഇങ്ങോട്ട് വന്ന് ഇടിക്കുന്നത് ഞാൻ കണ്ട. അതായത് ആദ്യം പറഞ്ഞു അവർക്ക് കണ്ടല്ലോ. അതിന് കഴിഞ്ഞ് പിന്നെ ആയ കാണില്ല. സത്യം പറഞ്ഞാൽ വ്യാജം ഉള്ള ലോകത്തിൽ അവർ നിലനിൽപ്പില്ല. സത്യദൈവത്തെ വെളിപ്പെടുത്താൻ വന്ന കർത്ത ഒരു സ്തോത്രം. ഈ സാക്ഷിയാകുക എന്ന് പറയും. ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് സാക്ഷിയാകുക എന്നുള്ളതാണ്. ഈ സാക്ഷി എന്നുള്ളതിന് അതിന് ഗ്രീക്ക് വാക്ക് മാർട്ടസ് എന്നാണ്. മാർട്ടസ് സ്വരല്ലേ? മാർട്ടസ് എന്ന വാക്കിൽ നിന്നാണ് മാർട്ടിയർ ഉണ്ടായത്. മാർട്ടിയർ രക്തസാക്ഷി. ആരാണ് രക്തസാക്ഷി? പറഞ്ഞ സത്യത്തെ തന്റെ ചൂട് ചോറ് കൊണ്ട് മുദ്രയിടുന്നവരാണ് രക്തസാക്ഷി. രക്തം കൊണ്ടും സാക്ഷ്യപ്പെടുത്തുന്നു. കർത്താവ് വിശ്വസ്ത സാക്ഷിയായെന്ന് പറഞ്ഞാൽ ദൈവത്തെ സത്യം ദൈവമാണ്. സത്യമായ ദൈവത്തെ അതിന്റെ പൂർണ്ണതയിൽ വെളിപ്പെടുത്തുവാൻ വന്ന ദൈവമാണ് അവിടുന്ന്. കാരണം ദൈവത്തെ വെളിപ്പെടുത്താൻ ദൈവത്തെ കൊണ്ടേ കഴിയുള്ളൂ. സ്തോത്രം. അവിടുന്ന് വിശ്വസ്ത സാക്ഷിയാണ്. ഹല്ലേലൂയ. നമുക്ക് ആർക്കും വിശ്വസ്ത സാക്ഷിയാകാൻ കഴിച്ചിട്ടില്ല. ഞാൻ എന്തെങ്കിലും ഇതിനെ കുറിച്ച് ഇങ്ങനെ കുറിച്ച് ഉണ്ടാക്കി ഹൃദയം കൊടുത്തപ്പോ അറിയാം, അബ്ശാലോം ദാവീദിനെതിരെയായി. അബ്ശാലോമിനെ യോവാബ് മരത്തിൽ തൂങ്ങിക്കിടക്കുമ്പോ തലിക്കും തൂന്തം തെറ്റാൻ കൂട്ടാത്ത കഴിഞ്ഞു. ഉടനെ യോവാബ് ഒരു കൂശിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇതിച്ചെന്ന് രാജാവിനെ അറിയിക്കും, സമ്പത്തിയെ കണ്ട വിവരം പറയാം. ഉടനെ അടുത്ത ഒരു അമ്മാസാണ് അമ്മ എന്ന് പറഞ്ഞു, ഞാൻ പോയി പറയണം, ഞാൻ പറയും നീ പോകണ്ട, കുമാരൻ മരിച്ചിരിക്കെ നീ സത്വർത്തമാനത്തിലാകെയില്ല. ചിലപ്പോ ഇഷ്ടമില്ലാത്ത വാർത്തയെ കൊണ്ട് വന്നാൽ ആ വാർത്ത കൊണ്ടുവന്നതിനെ കൊല്ലവനെ എന്ത് പറയാൻ മാത്രം എനിക്ക് എടുക്കരുതെന്നോ എന്ന് പറഞ്ഞ് അങ്ങനെയുള്ള സംഭവങ്ങൾ ചരിത്രത്തിൽ ഒത്തിരി ഉണ്ടായിട്ടുണ്ട്. നല്ല വാർത്തമാനം കൊണ്ടുവരുന്നവന് സമ്മാനം കൊടുക്കും, ദോഷകരമായ വാർത്തകളെ കൊണ്ടുവന്നിട്ട് കൂന്നു കളഞ്ഞെന്ന് വരും, അട്ടിച്ചോടിക്കുന്നു വരും. അതുകൊണ്ട് നീ ഇന്ന് സൗഹൃദമാകുന്നതിനാകില്ല, നീ പോകണ്ട. പക്ഷെ അവനും എന്നാലും ഞാൻ പോട്ടെ, അതിന്റെ ഇഷ്ടം വഴിയോളാം. സമഭൂമി വഴിയായി കൂശിനെ മാറി കടന്ന് ആഞ്ഞു ഓടി വന്നു. ഇവിടെ വന്നു കഴിഞ്ഞപ്പോ സ്തോത്രം, ശുഭം ദൈവമായ കർത്താവ് എന്റെ ശത്രുക്കളോട് പ്രതികാരം ചെയ്തിരിക്കുന്നു. അതെ, അബ്ശാലോം കുമാരൻ സുഖമായിരിക്കുന്നു, അവനറിയാം, കർത്താവ് അറിയാം. പറഞ്ഞു, ഞാനേ ഒരു കലയുണ്ട്, ഇവരറിയാൻ പറ്റും. അത് ഞങ്ങളുടെ വാനിക്കാം പുറകെ കുരിശുണ്ട്. വന്നപ്പോൾ ചോദിച്ചു, അബ്ശാലോം സുഖം ക്ഷണിച്ചു പോകാം, അബ്ശാലോം കുമാരൻ സുഖമായിരിക്കുന്നു. രാജാവിനോട് എതിർക്കുന്ന എല്ലാവരും ആ കുമാരനെ പോലെ ആകട്ടെ എന്ന് പറയുന്നു. രാജാവ് നടുങ്ങി, എന്റെ മകനെ അബ്ശാലോമേ എന്ന് പറഞ്ഞ ആദ്യം വന്നവൻ കണ്ടതാണേലും വിശ്വസ്ത സാക്ഷി ആയില്ല. കാര്യം എന്താ? പേടിച്ചു. രാജാവിന് ഇഷ്ടമില്ലാത്തത് പറയേണ്ടി വരുമല്ലോ എന്ന ഭയനിമിത്തം പറഞ്ഞില്ല. നമുക്കും ഇല്ലാത്ത വൈദ്യുതി. ഇവൻ പ്രസംഗകർക്ക് പോലും ഈ ഗതികളുണ്ടാവും. ജനത്തെ പ്രസാദിപ്പിക്കാൻ വേണ്ടി
അവരുടെ നീഡല്ല നോക്കുന്നത്, അവരുടെ ഡിസയറാണ്. ഞാൻ പറയുന്നത് ഇവർ ഉൾക്കൊള്ളുമോ, അവർക്ക് ഇഷ്ടപ്പെടുമോ? കൊള്ളാം. ജനത്തെ നിങ്ങൾ മനുഷ്യ പ്രസാദിപ്പിക്കുന്നവരാകുന്നുവെങ്കിൽ ക്രിസ്തുവിന്റെ ദാസന്മാരായിരിക്കില്ല. നിങ്ങൾക്കൊരു പോപ്പുലർ ടീച്ചർ ആകണമെങ്കിൽ ജനത്തെ പ്രസാദിപ്പിച്ചാൽ മതി. ജനസമ്മതിയുള്ള ഒരു ശുശ്രൂഷകനാണ്, പ്രസംഗകനാണെങ്കിൽ ഉള്ളതാക്കിയ ബോധപൂർവ്വം മാറ്റുക. ജനസമ്മതിയുള്ള പേരും പെരുമയും പ്രശസ്തിയുള്ള ഒരു പ്രസംഗകനാകണമെങ്കിൽ ജനത്തെ പ്രസാദിപ്പിക്കുന്നത് പറഞ്ഞാൽ മതി. സത്യം ഒഴിച്ചു നിർത്തിച്ചാൽ മതി, അർത്ഥസത്യങ്ങൾ പറഞ്ഞിച്ചാൽ മതി. എന്നാൽ സ്തോത്രം, സത്യം വിശ്വസ്ത സാക്ഷിയായിരിക്കാൻ ശ്രമിക്കുമ്പോൾ ജനരോഷമുണ്ടായെന്ന് വരും, എതിർപ്പുണ്ടായെന്ന് വരും. ആദ്യത്തെ സത്യ വിശ്വസ്ത സാക്ഷി സൂചിക്കപ്പെട്ടു. വിശ്വസ്ത സാക്ഷി രക്തസാക്ഷിയാകേണ്ടി വരും. മാർട്ടിയറായിട്ട് വരും. പക്ഷെ കർത്താവ് വിശ്വസ്ത സാക്ഷി. എന്നെ കണ്ട ഒരു പിതാവിനെ കണ്ടിരിക്കും. ഏലാത്തോസം മനസ്സിലല്ല, അവന് ഉത്തരത്തിൽ നിന്നില്ല. കർത്താവിന്റെ ചോദിച്ചു, ഇങ്ങനെ പറഞ്ഞേച്ചെന്ന് പോയതാ അല്ലെ? നമ്മൾ വായിച്ചില്ല. അതെ, വിശ്വസ്ത സാക്ഷി. അടുത്ത് മരിച്ചവരിൽ ആദ്യജാതം. അത് നമുക്കറിയാം, മരിച്ചവരിൽ ആദ്യജാതം. യേശുക്രിസ്തു ഉയർച്ചതിനെ കുറിച്ചാണ് പറയുന്നത്. സ്തോത്രം. അതാണ് കൊരിന്ത്യർക്കെഴുതിയ 1 ലേഖനം 15-ാമത്തെ അധ്യായം. 15-ാമത്തെ അധ്യായത്തിൽ 22 വാക്യങ്ങളൊന്ന് വായിച്ചേക്കാം. താങ്ക് യു. ആദ്യഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിലുള്ളവർ അവന്റെ വരവിൽ. അവിടെ കർത്താവ് പറഞ്ഞ ഈ യോഹന്നാന്റെ സുവിശേഷത്തിൽ പറഞ്ഞ വാക്കുകള് ഒരു ചെറിയ കാര്യം കൂടെ പറയാം. ഇന്ന് ചെറുതല്ല. കർത്താവ് പറഞ്ഞ സ്തോത്രം, സത്യത്തിന് സാക്ഷി നിൽക്കേണ്ടതിന് ഞാൻ ജനിച്ചു എന്നാ പറഞ്ഞത്. സ്തോത്രം. മത്തായി സുവിശേഷം 1-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അവിടെ ജനിപ്പിച്ചു എന്നാണ് അല്ലെ? ജനിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ഒന്നേച്ച് 16 ക്രിസ്തു ജനിച്ചു. അവൻ സ്വയമേവ ജനിക്കുകയാണ്. സ്തോത്രം. കർത്താവ് ഞാൻ വന്നിരിക്കുന്നുണ്ട്, ഞാൻ ജനിച്ചിരിക്കുന്നു. തൊട്ട് താഴെ സ്തോത്രം. ആ വാക്യങ്ങളോട് വായിച്ച നാളെ യോഹന്നാൻ 18:37. അച്ഛൻ നേരെ പോകാം. അതിനെ ലോകത്തിൽ വന്നുമിരിക്കുന്നു. ഞാനിങ്ങോട്ട് വന്നതാണ്. നിത്യമായ അസ്തിത്വം കർത്താവിനുണ്ട്. നേരത്തെ ഉള്ളവരെ വരാനൊക്കുള്ളൂ. കർത്താവിന് വാക്കുകളൊക്കെ എത്ര അർത്ഥമുണ്ടാവും. ഞാൻ ജനിച്ചവനാ, ഞാൻ വന്നവനാ. സ്തോത്രം. കന്യമറിയാവിനെയൊക്കെ ദൈവമാതാവെന്നൊക്കെ പറയുമ്പോ എന്തോ ഒരത് അമ്മയില്ലാതിനുള്ള മോനുണ്ടാകുന്നത് ചൂടായിട്ട് ചോദിക്കുന്നത് എന്നോട് ചോദിച്ചിട്ടുണ്ട്. അമ്മ ഉണ്ടായത് ആ മോൻ പോലും മാത്രം. കർത്താവ് പറഞ്ഞ വാക്ക് ജനിച്ചു, വന്നിരിക്കുന്നു. സ്തോത്രം. ബാക്കി എല്ലാവരും ജനിപ്പിക്കപ്പെട്ടവരാണ്. അതെ, അടുത്ത വാർത്തയോട് പോവുകയാണ്. സ്തോത്രം. വിശ്വസ് മരിച്ചവരിൽ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള 3 ഗുണവിശേഷങ്ങളാണ് പറഞ്ഞത്. 1 വിശ്വസ്ത സാക്ഷിയാണ്. 2 മരിച്ചവരിൽ ആദ്യജാതൻ. സ്തോത്രം. അപ്പോൾ യായിറോസിന്റെ മകള്, അതിന്റെ വിധവയുടെ മകന്
ലാസർ, തബീത, അവർക്ക് ഉയർത്തല്ലേ? ആ ഉയർത്തെഴുന്നേൽപ്പ് റിസസിറ്റേഷനാണ്, പുനരുജ്ജീവനമാണ്. ഉയർത്തെഴുന്നേൽപ്പല്ല അവർ പിന്നെ മരിച്ചു. ചില ചോദിക്കാറുണ്ട്, ഇവിടെ മരുഭൂമിയിൽ കർത്താവ് പ്രാർത്ഥിക്കുമ്പോൾ തേജസ്കരിക്കപ്പെട്ടു. തേജസ്കരിക്കപ്പെട്ടപ്പോൾ മോശയും ഏലിയാവും അവിടെ പ്രത്യക്ഷപ്പെട്ടു. മോശയും ഏലിയാവും കൂടെ പ്രത്യക്ഷപ്പെട്ടെങ്കിൽ അവര് സ്തോത്രം ഉയർത്തില്ലേ? മോശ ഉയർത്തിപ്പിച്ചില്ലേ എന്ന് ചോദിക്കുന്നവരുണ്ട്. അവരുകളെ, അവര് ഉയർത്തെഴുന്നേറ്റവരല്ല. അവിടെ മരുമലയിൽ തേജസ്സിൽ വെളിപ്പെട്ട യേശു മാത്രമാണ്. മറ്റു രണ്ടുപേരും തേജസ്സിലായിരുന്നില്ല. അത് ലൂക്കോസിൽ പ്രത്യേകതയുണ്ട്. രണ്ട് പുരുഷന്മാർ തമ്മിലാണ്. എനിക്ക് ആ വാക്യം വായിച്ചാൽ രണ്ട് പുരുഷന്മാർ ലൂക്കോസിന് സുവിശേഷം പറയാം. 9:29 മുതൽ 39 വായിച്ചാൽ. അച്ഛൻ 9:29. അച്ഛൻ മതി. താങ്ക് യു. അവര് തേജസ്സിൽ പ്രത്യക്ഷരായതേ ഉള്ളൂ. തേജസ്കരിക്കപ്പെട്ടവരായിട്ടല്ല പ്രത്യക്ഷരായത്. ആ തേജസ്സിൽ അവര് അവിടെ വെളിപ്പെട്ടു എന്നല്ല, കർത്താവിന്റെ ആ തേജസ് തന്നെയല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. യെരൂശലേമിൽ പ്രാപിപ്പാനുള്ള നിര്യാണത്തെ കുറിച്ച് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം, മോശ ന്യായപ്രമാണത്തിന്റെ പ്രതിനിധിയും ഏലിയാവ് പ്രവാചകന്മാരുടെ പ്രതിനിധിയുമാണ്. ന്യായപ്രമാണത്തിലും പ്രവാചക പുസ്തകങ്ങളിലും യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണത്തെ കുറിച്ച് മുന്നറിയിച്ചിട്ടുണ്ട് എന്നുള്ളതിന് സാക്ഷ്യമായുള്ള ഒരു വെളിപ്പാടാണ്. സ്തോത്രം. ഇന്ന് വരെ യേശു അല്ലാതെ ആരും തേജസ്കരിക്കപ്പെട്ട് ഉയർത്തിയിട്ടില്ല. ഇന്ന് വരെ ആരും തേജസ്കരിക്കപ്പെട്ടിട്ടില്ല. അതാണ് മരിച്ചവരിൽ ആദ്യജാതൻ. മരിച്ചവരിൽ ആദ്യജാതനായി ഉയർത്തെഴുന്നേറ്റ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ്. സ്തോത്രം. കർത്താവ് ആദ്യജാതനാണെങ്കിൽ നമ്മള് അവരോടുകൂടെ ആ കുടുംബത്തിലെ മക്കളായിരിക്കുന്നു. ആദ്യജാതന ഉയർത്തെഴുന്നേറ്റെങ്കിൽ നമുക്ക് എന്തുണ്ട്? ഉയർത്തെഴുന്നേൽപ്പുണ്ട്. ശരിക്കും പറഞ്ഞാൽ ദൈവം വെളിപ്പാടൊക്കെ നമുക്ക് തന്നിട്ടുള്ളതിൽ നമുക്ക് ദൈവത്തിന്റെ നന്ദിയൊക്കെ ഉണ്ട്. ദൈവ മക്കളാണ്. യേശു ഉയർത്തു എന്ന് പറയുമ്പോഴത്തേന് ഹായ് ഐ ഹാവ് എ ഷെയർ ഇൻ ഇറ്റ്. എനിക്ക് അതിനകത്തൊരു ക്രിസ്തു എന്നിട്ട് ഞാൻ ക്രിസ്തുവിനുമാണ് എങ്ങനെ ഉള്ളു കേട്ടോ. ക്രിസ്തുവിന് മരിച്ചവരെ ഉയർന്നായിക്കൊണ്ട് ക്രിസ്തുവിനായിരിക്കുന്നവരെ ക്രിസ്തുവിൽ മരിക്കാൻ കഴിയുള്ളൂ. ക്രിസ്തു എന്തെങ്കിലും ഉണ്ട്. ഈ പട്ടാളത്തിൽ വെച്ച് ഡൈഡിൻ ഹാർഡ്നെസ് എന്ന് പറഞ്ഞൊരു കോഴ്സ് ഉണ്ട്. ഡൈഡിൻ ഹാർഡ്നെസ് എന്ന് പറഞ്ഞാൽ ആക്റ്റീവ് വാർഫ്രണ്ടിൽ ഇരിക്കുമ്പോൾ ആള് മരിച്ചാൽ ഒത്തിരി ബെനിഫിറ്റ്സ് ഉണ്ട്. ഒത്തിരി ബെനിഫിറ്റ്സ്. അപ്പൊ ഡൈഡിൻ ഹാർഡ്നെസ്. അപ്പൊ ഡൈഡിൻ ഹാർഡ്നെസ് ആണെങ്കിൽ ആദ്യം ഹാർഡ്നെസ്സിലാണ്. പട്ടാളത്തിൽ സർവീസിൽ വെച്ച് മരിച്ചാൽ നല്ല മീൻസ് ഒത്തിരി ബെനിഫിറ്റ്സ് കിട്ടുമെങ്കിൽ അതിനകത്തായെങ്കിലല്ലേ ഈ ബെനിഫിറ്റ് കിട്ടുള്ളൂ. ക്രിസ്തുവിലായിരുന്നു എങ്കിലല്ലേ ഈ അനുഗ്രഹങ്ങൾക്ക് ഓഹരിക്കാരാകുള്ളൂ. കൊണ്ട് ദൂരങ്ങളെ സ്തോത്രം. ഇവിടെ താൽക്കാലികമായിട്ട് നമുക്ക് രോഗങ്ങളും ക്ഷീണങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒറ്റപ്പെടലുകളും ഒക്കെ ഉണ്ടായത്. ഇതൊന്നും നമ്മളെ മടുപ്പിക്കരുത്. ഞാൻ തേജസ്കരണത്തിനായി നിയമിക്കപ്പെട്ടവനാണ്. സ്തോത്രം. I am appointed to be glorified with the Lord. അതാണ് മരിച്ചവരിൽ ആദ്യജാതനും. അടുത്തത് ഭൂരാജാക്കന്മാർക്ക് അധിപതിയും. എന്റെ കർത്താവേ, സകലത്തിന് ഉടമസ്ഥനായ ഭൂരാജാക്കന്മാർക്ക് എന്റെ അവനാണ് അധിപതി. അവരെ കീഴേ ഉള്ളൂ. ബാക്കി എല്ലാവരും സർവാധികാരിയാണ്.
അപ്പോൾ ഈ 3 ആളത്വങ്ങളിൽ നിന്നും നമുക്ക് കൃപയും സമാധാനം. ഈ കൃപയും സമാധാനവും എന്നുള്ളത് തന്നെ ശ്രദ്ധേയമാണ്. കൃപ എന്നുള്ളൊരു ഗ്രീക്ക് വാക്ക് കാരിസ്, സമാധാനം എന്നുള്ളൊരു ഷാലോകമാണ്. ഒന്ന് യഹൂദന്മാരുടെ വന്ദനസ്വരവും മറ്റത് ഗ്രീക്കുകാരുടെ വന്ദനസ്വരവും. ഖൈരീസ് എന്ന് ഗ്രീക്കുകാരാണ് പറയുന്നത്. ഖൈരൈ, റിജോയ്സ്. നമ്മൾ കാണുമ്പോൾ യഹൂദന്മാർ നമ്മൾ കാണുമ്പോൾ പറയും ഷാലോം എന്നാ പറയും, സമാധാനത്തിന്റെ പേരുണ്ടാകട്ടെ. അതിനകത്ത് സലാം വന്നത്, ഷാലോം സലാം. പൗലോസ്ലീഹായാണ് ആദ്യം ഇത് രണ്ടും കൂടെ കൂട്ടിച്ചേർത്ത് ഒരു ക്രിസ്ത്യൻ ഗ്രീറ്റിംഗ് ഉണ്ടാക്കി. കാര്യം ദൈവസഭയിൽ ആരൊക്കെ ഉണ്ട്? യഹൂദനുമുണ്ട്, ജാതികളുമുണ്ട്. യവനനുമുണ്ട്, ജാതിയുമുണ്ട്. യവനനുമുണ്ട്, യഹൂദനുമുണ്ട്. അവിടെ രണ്ടുപേരും ഇവിടെ വന്ദനത്തിനെ കൂട്ടിച്ചേർത്ത് ഒരു ക്രിസ്ത്യൻ ഗ്രീറ്റിംഗ്. കൃപയും സമാധാനം. ഈ കൃപയും സമാധാനവും ത്രിയേക ദൈവത്തിൽ നിന്നും നമുക്കുണ്ടാകട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. എന്റെ പ്രിയ സഹോദരങ്ങളെ, നമ്മൾ എത്ര ഭാഗ്യവാന്മാരാണ്. സ്തോത്രം. കർത്താവ് നമുക്ക് പകരം മരിച്ചു, നമുക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റ്, മരിച്ചവരിൽ നിന്ന് ആദ്യഫലമായി ഉയർത്തെഴുന്നേറ്റു, തേജസ്കരിക്കപ്പെട്ടു. ആ തേജസ്കരണത്തിനുള്ള വാഗ്ദത്തം ദൈവം നമുക്ക് നൽകിയിരിക്കുകയാണ്. സ്തോത്രം. ഓൾറെഡി തേജസ്കരിക്കപ്പെട്ടെന്നാണ് റോമാലേഖനം 8-ാം അധ്യായം വായിക്കുന്നത്. മുൻ അറിഞ്ഞവരെ തന്റെ പുത്രനെ സ്വരൂപത്തോടെ മുൻ നിയമിച്ചിരിക്കുന്നു. മുൻ നിയമിച്ചവരെ വിളിച്ചും, വിളിച്ചവരെ നീതീകരിച്ചും, നീതീകരിച്ചവരെ മുൻ അറിവും മുൻ നിയമനവും നമ്മൾ അറിയാത്തതാണ്. വിളി പോലെ നമ്മൾ അറിയുന്നുണ്ട്. ശരിയല്ലേ? മനസ്സിലായോ? പലരും മുൻ നിയമിച്ചെന്നും പറഞ്ഞാൽ അതാ നിത്യജീവനായി നിയമിക്കപ്പെട്ടവരെന്നും പറഞ്ഞേക്ക് ചെല്ലു പറയും. ദൈവം നിയമിച്ചാണ് പിന്നെ ഒരിക്കലും നഷ്ടപ്പെടില്ല. അതാരാ പറഞ്ഞത്? നിത്യജീവനായി മുൻ നിയമിക്കപ്പെട്ടവരെന്ന് പറയുമ്പോൾ തന്നെ അവർ നിങ്ങളെ തന്നെ നിത്യജീവൻ അയോഗ്യരെന്ന് വിധിച്ചതിനാൽ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ മുൻ അറിവും മുൻ നിയമനവും നമ്മൾ അറിയുന്നതിനും അപ്പുറത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോരുത്തരെയും ദൈവം നന്നായി അറിയുന്നു. ദൈവത്തിൽ തൽപരനായവൻ ആരാണെന്ന് ദൈവം അറിയുന്നു. ഒരു നല്ല ഭാഗം പേര് ദൈവത്തിൽ തൽപരരല്ല, അവരുടെ ഉയർച്ചയിലാണ് തൽപരൻ. അവരാരും ദൈവത്തെ ദൈവമെന്ന് ഓർത്ത് പകുത്തിയിരിക്കുന്നില്ല. ദൈവത്തെ അവരുടെ കാര്യം സാധിക്കാൻ ചൂഷണം ചെയ്യാൻ പറ്റിയ ഒരാളാണ്. സ്തോത്രം. മനസ്സിലാവുന്നുണ്ടേ? പല ആളുകളും ഈ വിദേശത്തൊക്കെ പോകുമ്പോ ഫണ്ട് കളക്ട് ചെയ്യാൻ നമുക്ക് അമേരിക്കയിൽ പോവാം. അപ്പൊ അമേരിക്കയുടെ വിശ്വാസത്തിൽ ഇവരെങ്ങനെ കാണുന്നത്? നിത്യത്തിന് വേണ്ടി ഒരുങ്ങേണ്ടവരൊന്നല്ല, നമുക്ക് എന്തെങ്കിലും ഒന്ന് ഊറ്റിയെടുക്കാൻ അതുപോലെ കൊണ്ട് പലർക്കും ദൈവം, പലർക്കും അതുപോലെ ഉണ്ട്. നമ്മുടെ കാര്യം സാധിച്ചു കിട്ടാൻ ഈ ദൈവത്തെ പറ്റിയാൽ മതി. പോരാ. കർത്താവേ, അവിടുന്ന് എനിക്ക് എന്ത് അനുവദിച്ചാലും അവിടുന്ന് ദൈവമാണ്, അവിടുന്ന് എന്റെ ഉടമസ്ഥനാണ്. അങ്ങയിൽ നിന്ന് എനിക്കുണ്ടാകുന്നത് മുഴുവൻ ഇത് തന്നെയാ. അങ്ങ് അടിയനെ നന്നായി അറിയുന്നു. സ്തോത്രം. നിരൂപണങ്ങളെ ദൂരത്തുനിന്ന് ഗ്രഹിക്കുന്ന ദൈവം. അയ്യോ, ക്രിസ്തീയ സമൂഹത്തിൽ ഒരു ചെറിയ ഭാഗം, ചെറിയ പെർസെന്റ് മാത്രമേ ദൈവത്തെ ദൈവമെന്ന് നോക്കുന്നവരുള്ളൂ. ബാക്കി മുഴുവൻ പേരും ദൈവത്തിന്റെ ശക്തിയിൽ നിന്ന് തങ്ങളുടെ കാര്യം സാധിക്കാൻ ഇങ്ങനെ നോക്കിയിരിക്കുന്നവരാണ്. നമ്മളങ്ങനെ ആയിരുന്നു. അത് മുൻ അറിഞ്ഞവരെ മുൻ നിയമിച്ചവരെ വിളിച്ചു, വിളി കേട്ടവരെ നീതീകരിച്ചവരെ നമ്മൾ തേജസ്കരണത്തിന് നിയമിക്കപ്പെട്ടിരിക്കുകയാണ്.
അതുകൊണ്ട് ഈ താൽക്കാലിക ജീവിതത്തിലെ കൊച്ചു കൊച്ചു കാര്യങ്ങളൊന്നും നമ്മളെ സ്തോത്രം നമ്മളെ നിരാശപ്പെടുത്തരുത്. നമ്മളത് കണ്ട് നമ്മൾ മടുത്തു പോകുവാനും ഒരിക്കലും വേണ്ടിയാകും. ഞാൻ പറഞ്ഞ ഭാഗം തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നതുകൊണ്ട് ഞാൻ ഒരു വാക്യം ഒന്ന് കാണിച്ചു തരാം. പ്രവർത്തന പുസ്തകം 13-ാം അധ്യായം എടുക്കാമോ? പ്രവർത്തന പുസ്തകം 13-ാം അധ്യായം 13-ന്റെ 48-ഉം 46, 40 ആദ്യം 48 വായിച്ചു. നിത്യജീവനായി നിയമിക്കപ്പെട്ടവർ. ഇനി അതിന് തൊട്ട് 46 വായിച്ചേ. താങ്ക് യു. ഉണ്ടോ? നിത്യജീവനായി നിയമിക്കപ്പെട്ടാവെന്ന് പറയുമ്പോ ദൈവം കുറെ പേരെ നിയമിച്ചു വെച്ചിട്ടുണ്ട്. അവരിനി ഒരിക്കലും നഷ്ടപ്പെടില്ല. പക്ഷെ തൊട്ട് വേണ്ടത്തെ പറഞ്ഞേക്കുന്നത് നിങ്ങൾ നിങ്ങളെ തന്നെ അയോഗ്യരെന്ന് വിധിച്ചു. സ്തോത്രം. നമ്മൾ ഒരിക്കലും അങ്ങനെ ആകരുത്. നമുക്കൊരു ഭാഗമുണ്ട്, നമുക്കൊരു പങ്കുണ്ട്. തരാൻ ദൈവം തയ്യാറാണ്. സ്വീകരിക്കാൻ മനസ്സ് വെക്കണം. നിത്യജീവനായി നീതിക്കോട്ടോ. സ്തോത്രത്തെ അടുത്ത ഭാഗത്തേക്ക് പോകാൻ നേരമില്ലല്ലോ. ഇനി അപ്പൊ കർത്താവ് ആരാണ് നമ്മുടെ പറഞ്ഞു. ഇനി അടുത്ത ഭാഗത്ത് കർത്താവ് നമുക്ക് വേണ്ടി ചെയ്തതാണ് പറയാൻ പോകുന്നത്. 6-ാം വാക്യത്തിൽ കർത്താവ് ആരാണെന്ന് 5-ാം വാക്യത്തിൽ പറഞ്ഞു. സ്തോത്രം. അതിന്റെ 4-ാം വാക്യത്തിൽ ത്രിയേക ദൈവത്തിലെ 2 ആളത്വങ്ങളെ കുറിച്ചും 5-ാം വാക്യത്തിൽ കർത്താവിനെ കുറിച്ച് പറയുമ്പോൾ ഇച്ചൊരു വിശദീകരണം ചേർത്തിരിക്കുക. പിതാവായ ദൈവത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ അവന്റെ കാലാതീതനായ നിത്യമായ അവസ്ഥയെ സംബന്ധിച്ചു. പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അതിന് പരിശുദ്ധമായ പൂർണ്ണതയെ കുറിച്ച് 7 പൂർണ്ണതയെ കാണിക്കുന്നു. 7 ദീപങ്ങൾ. യേശു ക്രിസ്തുവിനെ പറഞ്ഞപ്പോൾ കൂടുതൽ ആചാരമാകുക. എന്താ ആചാരമാകുന്നത്? സ്തോത്രം. അവൻ ആരാണ്? അവൻ വിശ്വസ്ത സാക്ഷിയാണ്. ദൈവത്തെ വെളിപ്പെടുത്തുന്നത്. സ്തോത്രം. 2 മരിച്ചവരിൽ നിന്ന് അത്യജാതയായിട്ട്. സ്തോത്രം. 3 സ്തോത്രം. ഭൂരാജാക്കന്മാർക്ക് അധിപതിയാണ്. ഹല്ലേലൂയ. അടുത്തവരങ്ങളെ സ്തോത്രം. ഇനി ആർക്കും എനിക്ക് ദൈവമോ എനിക്ക് ദൈവത്തെ പോലും ഞാൻ കേൾക്കുന്നില്ല. എനിക്കൊന്നും അറിയാൻ വരായിരുന്നു. അന്ത്യന്യായ ദൈവത്തിനെ പിടിച്ചോക്കിയില്ല. ദൈവമോ ഒരു നിരീക്ഷണം പറയും. ഞാനൊന്നും പറഞ്ഞില്ലേ ദൈവം. I never knew that somebody like this. കൊള്ളാം. എന്റെ മുമ്പിൽ ദൈവത്തെ വെളിപ്പെടുത്തുവാൻ വന്ന യേശു അവന് വിശ്വസ്ത സാക്ഷിയാണ്. സത്യത്തിൽ സാക്ഷ്യം വഹിക്കുവാനും വന്നവനാണ്. അങ്ങനെ പറയുമ്പോൾ ഒരു എതിർവായും പറയുവാൻ കഴിയുകയില്ല. അടുത്ത സൗകര്യങ്ങളിൽ സ്തോത്രം. അപ്പോൾ കർത്താവ് ആരാണെന്ന് പറഞ്ഞാൽ പിന്നെ കർത്താവ് വെച്ചാൽ അടുത്ത ഭാഗത്ത് കർത്താവ് വേണ്ടി ചെയ്തത് നമുക്ക് കാണാൻ കഴിയും. ഒരു ചുമ്മാ തന്നെ പറഞ്ഞു പോവുകയല്ല. കർത്താവിനെ കുറിച്ചുള്ള വെളിപ്പാട്. ഇനി യേശുക്രിസ്തുവിനെ കുറിച്ച് വെളിപ്പാടെന്നുള്ളത് കർത്താവ് ആരാണെന്നുള്ള വെളിപ്പാട് കൂടെ അതിനകത്തോട്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. കർത്താവിന് പിതാവ് കൊടുത്ത വെളിപ്പാടെന്ന് മാത്രമല്ല, കർത്താവിനെ കുറിച്ചുള്ള വെളിപ്പാട്. ആ കർത്താവിനെ കുറിച്ചുള്ള വെളിപ്പാടുകളാണ് നമ്മളിപ്പോ ചിന്തിച്ചോണ്ടിരിക്കുന്നത്. സ്തോത്രം. ഇനി കർത്താവിനെ കുറിച്ചുള്ള വെളിപ്പാടിന്റെ അടുത്ത ഘട്ടമാണ് കർത്താവ് നമുക്ക് എത്തി ചെയ്തു. അത് കർത്താവ് വെച്ചാൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചിന്തിക്കാം. സ്തോത്രം. ഞാൻ പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. സോറികളെ അടുത്ത ക്ലാസ്സിന് മുമ്പ് കർത്താവ് വരികയാണെങ്കിൽ സ്തോത്രം കർത്താവിനോട് ചേർക്കപ്പെടുവാനുള്ള ഒരുക്കം നമ്മുടെ ഭാഗത്തോട് നമുക്ക് ഉറപ്പാക്കണം. സ്തോത്രം. അല്ലെങ്കിൽ സ്തോത്രം അതിനുള്ള ഒരുക്കത്തിൽ നമുക്ക് മുന്നേറുവാൻ നമ്മളെ തന്നെ സമർപ്പിക്കാം. സർവ്വകുമാരമായ ദൈവമേ അതിനെ സഹായിക്കട്ടെ. ദൈവമേ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം.